സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. ഈശോ മനസ്സിൽ ഒരുപാട് നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെയും സ്പർശിക്കുന്നതിനെ കുറിച്ചാണ് സങ്കീർത്തനം 147:3 നമ്മൾ കാണുന്നത്. ഇന്ന് നിങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോവുകയാണെങ്കിൽ ഈശോ നിങ്ങളുടെ ഹൃദയത്തെ സൗഖ്യപ്പെടുത്തും. ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യമായി തീരും. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിന്, എൻ്റെ ഹൃദയത്തിന്, നിങ്ങളുടെ ഹൃദയത്തിനും, നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിന് വലിയൊരു സൗഖ്യമാണ് ഈശോയുടെ സാന്നിധ്യം. ഈശോ നമ്മളെ സൗഖ്യമാക്കും. അവിടുന്ന് ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു. ചിലപ്പം ഒരു മനുഷ്യൻ കടന്നു പോകുന്ന അവസ്ഥകൾ എന്ന് പറഞ്ഞാൽ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർക്ക് മനസ്സിലാകണമെന്നില്ല. നിങ്ങൾ കടന്നു പോകുന്ന വേദനയുടെ, ഒരു വ്യക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ട്രയൽസ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് കേട്ടിരിക്കാനുള്ള പേഷ്യൻസ് പോലും കാണില്ലായിരിക്കും. പക്ഷെ അതറിയാവുന്ന തമ്പുരാൻ, നിന്റെ വേദനയുടെ ആഴങ്ങൾ മനസ്സിലാകുന്ന തമ്പുരാന്റെ സാന്നിധ്യത്തിലൂടെ നിന്റെ ഹൃദയത്തിനും മനസ്സിനും അവിടുത്തെ സ്നേഹത്തിലൂടെ അവിടുന്ന് സൗഖ്യം നൽകുന്നുവെന്ന് അവിടുത്തെ വചനത്തിൽ നമ്മൾ കാണുകയാണ്. ഈശോയുടെ ആ സ്നേഹത്തെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം നമ്മളെ സൗഖ്യപ്പെടുത്തുകയാണ്. ഈശോ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു സന്ദേശം ഈശോ പങ്കുവെക്കുവാൻ എൻ്റെ ഉള്ളിൽ നൽകിയത്. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്തു. ചിലപ്പോൾ നമ്മളൊക്കെ ഞാൻ കടന്നുപോയ ചില ജീവിതത്തിലെ ചില അനുഭവങ്ങളുണ്ട്. അതായത് നമ്മുടെ ചിലപ്പോൾ വലിയ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും. ചിലപ്പോൾ ആ ആഗ്രഹങ്ങൾ പോലും നമുക്ക് വളരെ സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ കർത്താവേ, അതൊന്നും നടന്നിരുന്നെങ്കിൽ, ഇതൊന്ന് റെഡിയായിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹിച്ചു പോയ സമയങ്ങളുണ്ട്. അപ്പം നമ്മളിങ്ങനെ വല്ലാതെ നിരാശയിലൂടെ ബ്രോക്കണായിട്ട് പോകുന്ന സമയങ്ങളൊക്കെ പലപ്പോഴും കർത്താവിൻ്റെ ഈ വചനം, ഞാൻ അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെയും ഈശോയുടെ സ്നേഹവും ഈശോയുടെ സാന്ത്വനവും ഒക്കെ വചനത്തിലൂടെയാണ് അവിടുന്ന് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതും എന്നെ സമാശ്വസിപ്പിച്ചതും സൗഖ്യം നൽകിയത്. അപ്പം ഞാനിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന വചനങ്ങൾ എല്ലാം തന്നെയും എൻ്റെ ജീവിതത്തിൽ ഈശോ ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് സ്പർശിച്ചതാണ്. ഞാൻ ഹൃദയത്തിൽ ഒരുപാട് അസ്വസ്ഥതകളിലൂടെയും ജീവിതത്തിൽ ഒറ്റപ്പെടലിലൂടെയും വേദനയിലൂടെയും ഒരുപാട് ഇതുപോലെ ഹൃദയം തകർന്ന അവസ്ഥയെന്നൊക്കെ പറയും, അതുപോലത്തെ അവസ്ഥകളിലൂടെയൊക്കെ നിരവധി നാളുകൾ കടന്നു പോയപ്പോൾ അന്നിങ്ങനെ ഈശോ നമ്മളിങ്ങനെ കണ്ണുനീരുകൊണ്ട് കൈ കഴുകിയ നാളുകളിൽ ബൈബിൾ തുറക്കുമ്പോൾ ദൈവം ഇങ്ങനെ ഓരോ വചനത്തിലൂടെ അവിടുന്ന് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. അപ്പം ആ ഒരു സ്പർശനം ഞാൻ അനുഭവിച്ചുകൊണ്ട് അന്ന് എനിക്ക് ഈശോ മനസ്സിലാക്കി തന്ന, ഞാൻ ചില ദിവസങ്ങളിലൊക്കെ വൈകിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ബൈബിൾ തുറക്കുമ്പോൾ ഓരോ വചനത്തിലൂടെയും ഈശോ എന്നെ സ്പർശിച്ചു. ആ സ്പർശിച്ച വചനങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ഒരു 10-15 വർഷം മുമ്പൊക്കെ ഞാൻ ദൈവമേ അങ്ങനെ ഇപ്പം ഇത്രയും ഡീപ്പറായിട്ട് ഈ വചനത്തിലൂടെ സ്പർശിച്ചല്ലോ, ഇത് എനിക്ക് ആരുമെങ്കിലുമായിട്ടൊന്ന് പങ്കുവെക്കാൻ പറ്റുമോ. അപ്പം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഞാനിങ്ങനെ ബുക്കിൽ ഈശോനോട് പറയും എഴുതി വെക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എഴുതി വെച്ച ഓരോ കാര്യങ്ങളൊക്കെയാണ് ഈ ദിവസങ്ങളിൽ ഈ ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് ആയിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷെയറിങ്ങുകളായിട്ടൊക്കെ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു കാര്യം ഉറപ്പാണ്, അന്ന് എന്നെ സ്പർശിച്ച ഈശോയുടെ സാന്നിധ്യം നിങ്ങളെ സ്പർശിക്കും, അത് ഉറപ്പുള്ള കാര്യമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ സാന്നിധ്യം നമ്മളെ സ്പർശിക്കും. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യും. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് തോന്നും, ദൈവമേ എൻ്റെ വീട്ടിലുള്ളവർക്ക് പോലും, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ എപ്പോഴെങ്കിലുമൊക്കെ ലൈഫിൽ, ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് പോലും നിങ്ങളെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് കരുതിയവർ പോലും നിങ്ങളെ മാറ്റി നിർത്തി അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തിയ സമയങ്ങളിലും പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ അരികിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് സ്നേഹവും സമാശ്വാസം നൽകുവാനായി ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ അരികിലുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ വല്ലാത്ത ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയാണെങ്കിൽ തിരിച്ചറിയണം, ദൈവം നിങ്ങൾക്ക് വലിയ ഒരു വില നൽകിയിട്ടുണ്ട്. ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ. ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്തൊരു കാര്യം പറഞ്ഞു. അതായത് ഞാനൊരു 2 യൂറോ, നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഒരു 2 യൂറോ ഞാൻ എടുത്ത ഒരു കാര്യം പറഞ്ഞു. ഒരു 2 യൂറോ അല്ലെങ്കിൽ ഒരു രൂപ, ആ നാണയത്തൊട്ട് നമ്മൾ എവിടെയെങ്കിലും വലിച്ചെറിഞ്ഞാലും, ഏതെങ്കിലും ചെളി കൊണ്ടുപോയിട്ടാലും, ഏതെങ്കിലും വേസ്റ്റ് പാത്രത്തിൽ കൊണ്ടുപോയിട്ടാലും അതിന്റെ വില ഒരിക്കലും കുറയുന്നില്ല.
ഒരു 2 യൂറോ എന്ന് പറയുന്നത് 2 യൂറോ തന്നെയാണ്. ദൈവത്തിന്റെ മുൻപിൽ ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരായ നിങ്ങൾ വിലപ്പെട്ടവരാണ്. നിങ്ങൾ ദൈവത്തിന്റെ കൊളോസ്യർക്കുള്ള ലേഖനത്തിന് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണും, നിങ്ങൾ ദൈവത്തിന്റെ വാത്സല്യ ഭാജനമാണെന്നാണ്. 1 പത്രോസ് 2:9 കാണും, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശമാ, രാജകീയ പുരോഹിത ഗണമാ, വിശുദ്ധ ജനതയാ, ദൈവത്തിന്റെ സ്വന്തമാ. ദൈവം നിങ്ങളെ വലിയ പ്രയോറിറ്റി നിങ്ങൾക്ക് തരുന്നു. കർത്താവ് നിങ്ങൾക്ക് വലിയ പ്രയോറിറ്റി തരുന്നു. ഗോഡ് എന്താ പറയുന്നത്, പ്രയോറിറ്റി. യു ഹാവ് എ ബിഗ് പ്രയോറിറ്റി ഇൻ ഗോഡ്സ് ഹാർട്ട്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്ക് വലിയ പ്രയോറിറ്റി ഉണ്ട്. അപ്പൊ അതാണ് വചനത്തിലൂടെ നമ്മൾ കാണുന്നത്. നിങ്ങളെ മനുഷ്യര് നിങ്ങളെ എന്തൊക്കെ പറഞ്ഞാലും, ആരൊക്കെ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാലും, ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. അവൻ നിങ്ങളെ മാറ്റി നിർത്തത്തില്ല. അവൻ നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരും. ഇതാണ് പുതിയ നിയമത്തിന്റെ സന്ദേശം. പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓർക്ക് എന്താണ് പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമം മുഴുവനും പ്രമാണങ്ങളിൽ നിബിഡമാണെങ്കിൽ പുതിയ നിയമം കർത്താവിന്റെ ഹൃദയവുമായി സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയവും കർത്താവിന്റെ ഹൃദയവുമായി കണക്റ്റഡ് ആയി പോവുകയാണ്. അപ്പം അത് ഭയങ്കര വ്യത്യാസമാണ്. ഭയങ്കര വ്യത്യാസം എന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസമാണ്. ദൈവം റിയൽ ആയിട്ട് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുക, നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇവിടെ നമ്മൾ കാണുന്നു, അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് അന്ന് സങ്കീർത്തകൻ പ്രവചിച്ചു പറയുക, ഈശോയിലൂടെ നടക്കുന്ന ഈ ഒരു ശുശ്രൂഷയെ, ഇന്ന് നിങ്ങൾ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ ഒരു സൗഖ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്. ഇതിനെക്കുറിച്ചാണ് പുതിയ നിയമത്തിൽ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൽ അതിന്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ആ ദിവസങ്ങൾക്ക് ശേഷം അവരുമായി ഞാൻ ഏർപ്പെടുന്ന ഉടമ്പടി ഇതാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്റെ നിയമങ്ങൾ അവരുടെ ഹൃദയങ്ങൾക്ക് ഞാൻ നൽകും, അവരുടെ മനസ്സുകളിൽ അവ ഞാൻ ആലേഖനം ചെയ്യും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ഈശോ എത്രമാത്രം നല്ലവനാണ്, അവൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം അത് നമ്മുടെ മനസ്സുകളിൽ ആലേഖനം ചെയ്യപ്പെടുക. അപ്പൊ നമുക്ക് കർത്താവിന്റെ ഹൃദയവുമായിട്ട് നമ്മുടെ ഹൃദയം ലിങ്ക്ഡ് ആവുകയാണ്. ആ ഒരു യൂണിറ്റിയിൽ ദൈവത്തിന്റെ സ്നേഹത്തെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവ് നമ്മളെ പരിശീലിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു നന്മ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ അത് കൊട്ടിഘോഷിച്ചുകൊണ്ടല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും കാണാം, ചില വ്യക്തികൾ അവര് എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലോകത്തെ മുഴുവനും അറിയിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അതല്ല ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്താലും ഇടതുകാരം ചെയ്യുന്നത് വലതുകാരം അറിയാതിരിക്കട്ടെ. അതായത് നമ്മൾ ചെയ്യുന്ന നന്മകളെല്ലാം കർത്താവിന്റെ ഹൃദയത്തോട് ചേർന്ന് ഈശോയുടെ ആ സ്നേഹം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടി നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണെന്നാണ് പുതിയ നിയമത്തിൽ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇന്ന് രാത്രി പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ഒരുപാട് വിഷമത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ദൈവം നിങ്ങൾ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് ആ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളെ അവിടുന്ന് മാനിച്ചുയർത്തും. ഇതൊന്ന് വിശ്വസിക്കണം. നിങ്ങളെ ചിലപ്പം ചിലവര് തള്ളിക്കളഞ്ഞ് കാണും, റിജക്റ്റ് ചെയ്ത് കാണും, തഴഞ്ഞു കാണും, മാറ്റി നിർത്തി കാണും, ഉപേക്ഷിച്ച് കാണും, വലിച്ചെറിഞ്ഞ് കാണും, ഒരു കഴിവില്ലെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വില നൽകാതെ നിങ്ങളെ ഇറക്കി വിട്ട് കാണും. പലതരത്തിലുള്ള വ്യഥകളിലൂടെ കടന്നുപോയിട്ടുണ്ടാകും. എനിക്കറിയാം, നിങ്ങൾ പലരും ഇതിലൂടെ പല അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ട്, പൊക്കോണ്ടായിരിക്കുന്നത്. ഈ ലോകത്തിൽ ഒരുപാട് മനുഷ്യർ ഇതുപോലെ ഹൃദയം തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയേക്കുന്ന ആസ് എ സോഷ്യൽ വർക്കർ ഞാൻ ലോകത്തിലെ വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യരുടെ ഇടയിലോട്ടാണ് ഞാൻ കടന്നു പോയേക്കുന്നത്. അപ്പോൾ അത് കറുത്തവർഗക്കാരാകട്ടെ, വെളുത്തവരാകട്ടെ, ഡ്രഗ് അഡിക്ട്സ് ആകട്ടെ, ആൽക്കഹോളിക്സ് ആകട്ടെ, ഇന്ത്യയിലെ റൂറൽ ഏരിയാസിലാകട്ടെ, ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഞാൻ കണ്ടേക്കുന്നത് തകർന്ന മനുഷ്യരെയാണ്. എന്നാൽ ആ തകർന്ന മനുഷ്യർക്ക് ഒരിക്കലും അവരെ ഉപദേശം കൊണ്ടല്ല, അവരെ ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ട്, മദർ തെരേസയിലൂടെയൊക്കെ ആ സ്നേഹമാണ് മനുഷ്യരിലേക്ക് പകർന്നൊഴുകിയത്. പക്ഷെ മദർ തെരേസയ്ക്ക് എന്താണെന്നറിയോ, അതിനുണ്ടായ കരുത്ത് കിട്ടിയത് എവിടുന്നെന്നറിയോ? ഈശോ എന്റെ ഉള്ളിലുണ്ടെന്നുള്ളൊരു ബോധ്യമായിരുന്നു. ഈശോ എന്റെ ഉള്ളിലുണ്ട്, അത് പ്രമാണത്തിലല്ല. എന്റെ ഉള്ളിൽ എന്റെ ഈശോയുണ്ട്. എന്റെ കൈകളും കാലുകളും ഈശോയുടേതാണ്. നിന്റെ കൈകളും കാലുകളും ഈശോയുടേതാണ്. നിന്റെ കൈകളും കാലുകളും ഈശോയുടേതാണ്. നീ കൈകൾ വെക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുമെന്ന്. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ കാരണം നിങ്ങൾ 100 സ്ഥലത്ത് ഓടി നടക്കുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ പവർ ഇരിപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ശക്തി ഇരിപ്പുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ഇന്ന് മനുഷ്യരെ രോഗശാന്തിക്കാരുടെ അടുക്കിലേക്ക് ഓടും. വാസ്തവത്തിൽ രോഗശാന്തി നൽകുന്ന കർത്താവായ ഈശോ നിങ്ങളുടെ ഉള്ളിലായിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്. ഇതാരാ പറയുന്നത്? ബൈബിള വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്.
നിങ്ങളുടെ ഉള്ളിലിരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ ശക്തി പുറത്തോട്ട് വരട്ടെ. അവിടെ നിന്ന് രാത്രി നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിന് ആ സൗഖ്യം കിട്ടാതിരിക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ ശക്തിയെ എത്രമാത്രം ആന്തരിക സൗഖ്യം കിട്ടുന്നു അത്രമാത്രം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും. അതാണ് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. അപ്പസ്തോലന്മാര് നടന്നു നീങ്ങുന്ന വഴിത്താരകളിൽ അവരുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു ഒക്കെ അപ്പസ്തോല പ്രവർത്തനം നമ്മൾ കാണുന്നില്ലേ? അപ്പൊ ഇന്ന് പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മളായിരിക്കുന്ന അവസ്ഥകളിലേക്ക് നമ്മൾ കുറച്ചു നേരം കൂടെ വചനം കേൾക്കുന്ന സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പ്രതീക്ഷയോടെ നമുക്കായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ജീവിതത്തിൽ ഒരുപാട് പേര് തഴഞ്ഞു അല്ലെങ്കിൽ അവഗണിച്ചു, മാറ്റി നിർത്തി. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ നടക്കുമെന്ന് പോലും അറിയാൻ വയ്യാതെ, എന്നിട്ടും ഒരു ഹാഫ് പ്രതീക്ഷയോടെ ആയിരിക്കും ചിലപ്പോൾ ഇന്ന് പ്രാർത്ഥിക്കാനിരുന്നതും എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതും ഒക്കെ. അങ്ങനെയാണെങ്കിൽ കൂടി ദൈവം നിങ്ങളുടെ ഹൃദയത്തിലേക്കാണ് നോക്കുന്നത്. ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. പക്ഷേ വചനത്തിൽ അവിടുന്ന് നമ്മളോട് സംസാരിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക്, ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. മനമുരുകിയവരെ അവിടുന്ന് അവരുടെ അരികിലുണ്ട്, അവരെ കടാക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തില് നമ്മൾ ഈശോ ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഭാഗം നിങ്ങൾ വായിച്ചിട്ടുള്ളതല്ലേ? ഞാൻ എപ്പോഴും ആ ഭാഗം വായിക്കും. എനിക്ക് കർത്താവിന്റെ ആ ഒരു സ്നേഹത്തെ വളരെ ഡീപ്പറായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരിക്കലും ഞാൻ ഇങ്ങനെ വലിയൊരു ഒറ്റപ്പെടലിലൂടെ കടന്നു പോവുകയാണ് കുറേ നാളുകൾക്കും. അപ്പം എന്നാ പറയുന്നത്, ഞാൻ ഒത്തിരി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരിയുണ്ട്. അപ്പം വല്ലാത്ത വിഷമസന്ധികളിലൂടെ കടന്നു പോവുക. ചില സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഒറ്റപ്പെടുത്തി, നമുക്ക് കയ്യിൽ പൈസയും ഇല്ല, നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും, അങ്ങനെ 100 കണക്കിന് ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളുമായിട്ട് ചിലപ്പം വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറയില്ല, എന്താ അടുത്ത ദിവസം എങ്ങനെ ഫേസ് ചെയ്യും, ഒരു പിടുത്തവുമില്ല. അങ്ങനെ കഷ്ടപ്പെട്ട വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഒറ്റപ്പെടലിലൂടെ, ഏകാന്തതയിലൂടെ, ചില സമയത്തൊക്കെ നമ്മൾ ഈ കഷ്ടപ്പാടിനേക്കാളും വലിയ വേദന നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും തരും. അതായത് നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാട് ഈ മനുഷ്യരുടെ ഒരു ക്രൂവൽറ്റി ഉണ്ട്. ഒരു മനുഷ്യൻ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോഴത്തേക്കും അവനെ ഒറ്റപ്പെടുത്തും. ഒരു മനുഷ്യൻ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ അവനെ ഒറ്റപ്പെടുത്തും. ആ ഒറ്റപ്പെടുന്ന സമയത്ത് അങ്ങനെയാണ് ഈ മനുഷ്യൻ ഈ സൂയിസൈഡൽ തോട്ട്സിലേക്കൊക്കെ കടന്നു വരുന്നത്. ഒരുപാട് പേര് സൂയിസൈഡ് ചെയ്യാനൊക്കെ കാരണം മനുഷ്യർ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തി കഷ്ടപ്പാടിലൂടെ കടന്നു പോകുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും എല്ലാം കൂടെ കൂടി അവന്റെ കുഴപ്പം കൊണ്ടാണ്, അവന്റെ കയ്യിരിപ്പ് കൊണ്ടാണ് എല്ലാം എന്നും പറഞ്ഞ് ആ മനുഷ്യനെ ഒറ്റപ്പെടുത്തി കഴിയുമ്പോഴത്തേക്കും ആ മനുഷ്യൻ നീറിപ്പൊകഞ്ഞ് തകർന്ന് തരിപ്പണം, അവൻ ആരും ഇല്ലെന്നുള്ള ഒരു ചിന്തയിലോട്ട് വരികയാണ്. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും വല്ലാത്ത ഏകാന്തതയിലൂടെ വിഷമത്തിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ഈശോ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ഞാനിങ്ങനെ ബൈബിൾ തുറക്കുമ്പോഴത്തേക്കും ആ ഒരു ഭാഗം ഞാനിങ്ങനെ ഈശോ എന്നെ, ഞാൻ ബൈബിളിൽ ആ ഭാഗം എടുത്ത് വായിക്കാൻ തുടങ്ങിയപ്പോൾ എന്നെ ഒരു വിഷൻ പോലെ കർത്താവ് ആ ഒരു കാര്യത്തെ എടുത്തു കാണിച്ചു. ഞാൻ ആ ഒരു ഭാഗം നിങ്ങൾ വായിച്ചു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം തുടങ്ങുന്നത്, ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അത് ഈശോ മലയിൽ ഈശോയുടെ പ്രഭാഷണങ്ങൾ നടത്തുകയായിരുന്നു. അതിനുശേഷം ഈശോ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. അപ്പോൾ ഒരു കുഷ്ഠരോഗി അടുത്ത് വന്ന് താണു വണങ്ങി പറഞ്ഞു, കർത്താവ്, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. ഇവിടെ ഈശോ എന്നെ കാണിച്ചു തന്നൊരു കാര്യം, അതായത് അന്ന് ആ മലയിൽ ഈശോ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് മനുഷ്യര് ഈശോയുടെ അരികിലുണ്ടായിരുന്നു, അല്ലെ? പക്ഷെ ഈശോ അവിടെ അത്രയും ആൾക്കാരുണ്ടായിരുന്നിട്ടും ഈശോ അവരോടൊന്നും ഇടപെടാതെ ഈശോ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് ഈശോ നടന്നു പോവുകയായിരുന്നു. ആ ഒരു പ്രത്യേക ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഈ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന, ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ മനുഷ്യന്റെ അരികിലേക്കായിരുന്നു. ഈ മനുഷ്യന്റെ സിറ്റുവേഷൻ ഇവിടെ നമ്മൾ കാണുന്നത് കുഷ്ഠരോഗിയാണെന്ന് മാത്രമാണ്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് കുഷ്ഠം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തി ആദ്യം ചെയ്യുന്നതെന്നറിയോ, ഇപ്പം ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയായിരിക്കും, ഭാര്യയും മക്കളും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ഒരു സാധാരണ മനുഷ്യന് ഇങ്ങനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അന്നത്തെ സിസ്റ്റം അനുസരിച്ച് സിനഗോഗില് അവിടെ യഹൂദരുടെ, ജൂതന്മാരുടെ മതമേലധ്യക്ഷനെ ചെന്ന് കാണിക്കണം. അപ്പൊ അദ്ദേഹമാണ് വിധി എഴുതുന്നത്. ഇദ്ദേഹത്തിന് കുഷ്ഠമാണ്. വിധി എഴുതപ്പെട്ട് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതായത്
ഈ മതപുരോഹിതൻ പറയുകയാണ് ഇയാൾക്ക് കുഷ്ഠമാണ്. അപ്പം അന്നത്തെ ബിലീഫ് സിസ്റ്റം അനുസരിച്ച് ഒരാൾക്ക് കുഷ്ഠം പോലുള്ള മാരക രോഗം വരണമെങ്കിൽ ആ വ്യക്തിയോ ആ വ്യക്തിയുടെ മുൻ തലമുറയിലുള്ള ഏതെങ്കിലും ഒരാൾ പാപം ചെയ്തത്, ദൈവകൽപ്പന ലംഘിച്ചതിന് ശിക്ഷയായിട്ട് ദൈവം കൊടുക്കുന്നതാണെന്നുള്ളൊരു തെറ്റായ പഠനം അന്ന് നിലനിന്നിരുന്നു. അത് പഴയ നിയമത്തിൽ നിന്ന് വന്നിട്ടുള്ള ചില വചനങ്ങൾ ദുർവ്യാഖ്യാനം ഈ ഫരിസേയർ ചെയ്ത് സ്പ്രെഡ് ചെയ്ത ഒരു ഫാൾസ് ടീച്ചിങ് ആണ്. അപ്പോൾ ഇത് നിമിത്തം മനുഷ്യരെ വല്ലാതെ ജനങ്ങൾ ഒറ്റപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ ഒരു രോഗം വരികയോ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഒരു തകർച്ച വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്, നിന്റെ വീട്ടുകാരുടെ ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യരെ അങ്ങ് ഒറ്റപ്പെടുത്തി അവരെ അങ്ങ് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ അവർക്ക് പള്ളി പോകാൻ മേല, വീട്ടിൽ കയറാൻ മേല, അവരെ മരിക്കാൻ വേണ്ടി അങ്ങ് ഉപേക്ഷിക്കുവാണ്. അപ്പം അന്ന് വൈദ്യശാസ്ത്രത്തിനൊക്കെ ലിമിറ്റുകളുള്ള ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഒരു മലയിൽ ഏതോ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ട് മരണം കാത്ത് നീറിപ്പൊകഞ്ഞ് കിടക്കുന്ന ഒരു മനുഷ്യൻ, നീറിപ്പൊകഞ്ഞ് ആ ഒരു തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു മനുഷ്യൻ. ഈശോ അന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷൻ പോലെ എന്നെ കാണിക്കുകയാണ്. ഈ മനുഷ്യൻ ചിലപ്പോൾ കൊതിച്ചിട്ടുണ്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന്. ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അല്ലേ മക്കളെ കാണണമെന്ന് ഏത് അപ്പനും ആഗ്രഹിക്കും. ഇപ്പം ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഓടി നിന്ന് മറഞ്ഞു നിന്ന് വിദൂരത്ത് നിന്ന് ആ കൊച്ചു ഓടിക്കളിക്കുന്നതൊക്കെ വിദൂരത്ത് നിന്ന് കണ്ട് എന്തെങ്കിലും എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് സ്പർശിക്കാൻ പറ്റുമോ, ഒന്ന് എടുക്കുവാൻ പറ്റുമോ എന്നൊക്കെ ഈ പിതാവ് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാകും. കാരണം ഈ മനുഷ്യനറിയാം ഇനി ഒരിക്കലും ഈ മനുഷ്യൻ ആരെയും തൊടാൻ പറ്റത്തില്ല, ഈ മനുഷ്യനെ ഇനി ആരും തൊടത്തില്ല. കുഷ്ഠരോഗം വന്നിട്ടുള്ള ഒരു വ്യക്തി, ഹൃദയം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ മനസ്സിനറിയാം ഇനി ആരും എന്നെ സ്പർശിക്കാൻ പോകുന്നില്ല, ഒരു മനുഷ്യനും എന്നെ സ്പർശിക്കത്തില്ല, ഇനി എനിക്ക് ആരെ സ്പർശിക്കാനും പറ്റത്തില്ല. അപ്പൊ ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ തകർന്ന തരിപ്പണമായ മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം, മനസ്സിന്റെ ഒരു കൊതി എന്ന് വേണേൽ പറയാം, ഒരു സ്പർശനം. ജീവിതത്തിൽ ഇനി സ്പർശനമില്ല, നോബഡി വിൽ ടച്ച് മീ, ഇനി ആരും എന്നെ ടച്ച് ചെയ്യത്തില്ല. അപ്പൊ അത് വല്ലാത്തൊരു വേദന. അപ്പൊ ആ ഒരു വേദനയ്ക്കുള്ളിൽ ഇങ്ങനെ പുകഞ്ഞ് മരണം കാത്ത് കഴിയുന്ന ഒരു മനുഷ്യൻ ആ യേശു പ്രഭാഷണം നടത്തിയതിന്റെ തൊട്ടരികിൽ ഉണ്ടായിരുന്നു. അപ്പം ജനങ്ങളെല്ലാം അവിടെ നിൽക്കുമ്പോൾ അവരെല്ലാം ഈശോ അനുഗമിക്കും, ഇതെങ്ങോട്ടേ കർത്താവ് പോകുന്നത്. കാരണം കർത്താവ് ഒരു പ്രത്യേക ഡയറക്ഷനിലോട്ട് പോവുകയാണ്. ഹൃദയം തകർന്നവരെവിടെയുണ്ടോ അവരുടെ അരികിലേക്ക് യേശുവിന്റെ സാന്നിധ്യം കടന്നു വരികയാണ്. അത് ലോകത്ത് നിങ്ങൾ ഏത് ജാതി മത വർഗ വർണ്ണ വ്യത്യാസമന്യേ ഹൃദയം തകർന്നവരുടെ അരികിലേക്ക് യേശുവിന്റെ സാന്നിധ്യം കടന്നു വരുന്നു. അത് ആരുമായിക്കോട്ടെ അവരുടെ അരികിലേക്ക് കർത്താവിന്റെ സാന്നിധ്യം കടന്നു വരുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, അന്ന് ആ മനുഷ്യന്റെ അരികിലേക്ക് ഈശോ കടന്നു വന്നപ്പോൾ ഈശോയ്ക്ക് വേണമെങ്കിൽ ഒരൊറ്റ വാക്കുകൊണ്ട് ആ വ്യക്തിയെ സൗഖ്യമാക്കാമായിരുന്നു. കാരണം നമ്മൾ അതിന്റെ താഴെ ശതാധിപന്റെ ഭൃത്യനെ ഈശോ സൗഖ്യമാക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് ശതാധിപന്റെ ഭൃത്യന് ഈശോ ഒരു വാക്കുകൊണ്ട് സൗഖ്യം കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈശോ അവിടെ എങ്ങും പോണു പോയില്ല. ശതാധിപനോട് പറഞ്ഞു, നിന്റെ വിശ്വാസം ആ വിശ്വാസം ഞാൻ ഇവിടെ എങ്ങും കണ്ടിട്ടില്ല. ആ ശതാധിപൻ വിശ്വസിച്ചപ്പോൾ തന്നെ അവന്റെ ഭൃത്യൻ കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് വീട്ടിലിരിക്കുന്ന ഭൃത്യന് സൗഖ്യം കിട്ടി. എന്നാൽ ഈ മനുഷ്യന്റെ അരികിലേക്ക് ഈശോ വന്നപ്പോൾ അവിടെ എന്നാ നമ്മൾ കാണുന്നത്, യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുളി ചെയ്തു, എനിക്ക് മനസ്സുണ്ട്. അപ്പൊ ഈശോ എൻ്റെ മനസ്സിൽ എനിക്ക് എന്ന ഒരു വിഷൻ ഇതായിരുന്നു. അതായത് ഈശോ നേരെ ആ മനുഷ്യനെ അങ്ങ് ചേർത്ത് നിർത്തി, കൈ നീട്ടി അങ്ങ് തൊട്ടു. അപ്പം കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ മറ്റ് സുവിശേഷങ്ങൾ കാണുന്നുണ്ട്, ശിഷ്യന്മാർ കർത്താവെ അങ്ങനെ കുഷ്ഠമുള്ളവനെ തൊടരുത്. കാരണം അന്നത്തെ ഒരു ടീച്ചിങ് അനുസരിച്ച് ഇതുപോലുള്ള വ്യക്തികളെ തൊട്ട് കഴിഞ്ഞാൽ കുഷ്ഠമുള്ളവരാരും തൊടത്തില്ല. മാത്രമല്ല ഇങ്ങനെയുള്ളവരോടൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ അവരിലെ തിന്മ നമ്മളിലേക്ക് പ്രവേശിക്കുന്നുള്ളൊരു ചിന്തകളും ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഈശോയ്ക്ക് അതൊന്നും ബാധകമല്ല. ഈശോ ആ മനുഷ്യനെ അങ്ങ് ചേർത്ത് നിർത്തി അങ്ങ് ടച്ച് ചെയ്യുക, അങ്ങ് ഹഗ് ചെയ്യുക, അങ്ങ് കെട്ടിപ്പിടിക്കുക. അപ്പം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അവൻ ബാഹ്യമായി അനുഭവിച്ച സൗഖ്യത്തെക്കാൾ ഉപരിയായിട്ട് ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ അവൻ ആ സ്പർശനത്തിലൂടെ അനുഭവിച്ചൊരു സൗഖ്യമുണ്ട്. ദാറ്റ് ഈസ് ദ ഹീലിംഗ് ടച്ച് ഓഫ് ജീസസ്. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് എന്തു ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫിൽ എത്രമാത്രം മിസറബിൾ സിറ്റുവേഷനിലൂടെ ഇപ്പം കടന്നു പോകുകയായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് തകർന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത ചില തെറ്റുകൾ നിമിത്തമാകാമെന്നൊക്കെ ചിന്തിച്ച് ഇങ്ങനെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മനസ്സിനെ ഭാരപ്പെടുത്തുമ്പോൾ ജീസസ് കമ്മിങ് നിയർ ടു യു ആൻഡ് ടെല്ലിങ് യു ത്രൂ ദിസ് മെസ്സേജ്, ഈശോ നിങ്ങളോട് സംസാരിക്കുന്നു, ഞാൻ ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്നവനാണ്. നിന്റെ തകർന്ന ഹൃദയത്തിന്റെ മനസ്സിന്റെ വ്യഥകളെ വിഷമങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. ആൻഡ് ഐ ഹീൽ ദ ബ്രോക്കൺ ഹാർട്ടഡ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോ നിങ്ങളെ സൗഖ്യമാക്കുന്നു. സൗരങ്ങളെ നിങ്ങളുടെ മനസ്സിനെ കർത്താവ് സ്പർശിക്കുന്നു. ഒരുപാട് പേരുടെ മൈൻഡിനെ കർത്താവ് ഈ നിമിഷം ടച്ച് ചെയ്യുന്നു, സൗഖ്യമാക്കും. ഒരുപാട്
ഈശോയാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ എനിക്കറിയാം ഈശോയുടെ സാന്നിധ്യം ഒരുപാട് മനുഷ്യരെ ഈ നിമിഷം സ്പർശിക്കുന്നതായിട്ട് കർത്താവിനെ കാണിക്കും. ഞാൻ ഓർക്കുന്നൊരു 13 വർഷങ്ങൾക്ക് മുമ്പ് ഈ പപ്പുവ ന്യൂഗിനി എന്ന് പറഞ്ഞൊരു രാജ്യത്ത് ഒരു മിഷണറി പ്രവർത്തനത്തിനായിട്ട് ഓസ്ട്രേലിയയിലുള്ള 1-2 മിഷണറിമാരൊക്കെ ആയിട്ട് ഞങ്ങൾ യാത്ര പോയായിരുന്നു. ആ പോയ സമയത്ത് ഒത്തിരി ഹാർഡ്ഷിപ്സ് ആണ് കേട്ടോ. വളരെ ഒരു ദരിദ്ര രാജ്യമാണ് പപ്പുവ ന്യൂഗിനി. അപ്പോൾ അവിടെ മിഷണറി പ്രവർത്തനത്തിനായിട്ട് പോയ സമയത്ത് ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ഒരു ക്രൈസിസിനെ നേരിട്ടു. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊരു ഫോൺ കോൾ വന്നു. എൻ്റെ ഫാദറിനൊന്ന് വയ്യാതായി. അപ്പം ഞാൻ വല്ലാതെ വിഷമിച്ചിങ്ങനെ നിൽക്കുവാണേ. ഒരുപാട് ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ സങ്കീർത്തനം 147 നമ്മൾ ആദ്യം കേട്ട വചനം, അതിലൂടെ ദൈവം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഹൃദയം തകർന്നവരെ ഞാൻ സൗഖ്യമാക്കും. അപ്പം ഞാനത് ആ വചനത്തിലൂടെ ഈശോ, അന്ന് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരു മിഷണറി ഉണ്ട്. മിഷണറിയാണ്. അന്ന് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും ഈ വചനം എടുത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹൃദയം നുറുങ്ങിയവരെ ഈശോ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്കൊരു പ്രോഫസി പോലെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതായത് സങ്കീർത്തനം 147:3 അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ ഒരു മെസ്സേജ് അദ്ദേഹം എന്നോട് ഷെയർ ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ, 2009 അദ്ദേഹം പറഞ്ഞതാണ്, അനീഷ്, ഐ സീ സംതിങ് വെരി സ്പെസിഫിക് ലോർഡ് ഈസ് ഗോയിങ് ടു ഡു. അപ്പം അന്ന് എൻ്റെ മനസ്സിൽ ഒരിക്കലും നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു മെസ്സേജ് ഷെയർ ചെയ്യുന്ന കാര്യം ഇതൊന്നും എൻ്റെ മനസ്സിലൊന്നും അങ്ങനെയുള്ള ഒരു കാര്യം നിൽക്കുന്നില്ല. അപ്പോൾ അന്ന് നമ്മൾ ഇംഗ്ലീഷുകാരുടെ ഇടയിലും ആഫ്രിക്കയുടെ അല്ലെങ്കിൽ പപ്പുവ ന്യൂഗിനി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കണം, നോർത്ത് ഇന്ത്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിക്കണം, ഈശോയ്ക്ക് വേണ്ടി നിലനിൽക്കണം, പ്രവർത്തിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹം. ഇപ്പം ഞാൻ ജോലി ചെയ്യുന്നതോടെ തന്നെ നമ്മൾ അവധിക്കുള്ള സമയങ്ങളൊക്കെ അങ്ങനെയുള്ള ഒത്തിരി ഒരു ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയം. പക്ഷെ അന്ന് ആ മനുഷ്യൻ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഒരു പ്രൊഫസി പോലെ എന്നോട് പറഞ്ഞു, ദർ വിൽ ബി എ ടൈം വേൾഡ് വിൽ ബി ഇൻ chaos and you will be spreading this healing message to your people somehow. അന്ന് ഈ ഇന്റർനെറ്റോ നമ്മുടെ ഫേസ്ബുക്കിലോ ഈ പറയുന്ന സ്മാർട്ട് ഫോൺസ് ഒന്നുമില്ല, അന്നൊന്നും വന്നിട്ടില്ല. 2009 ആപ്പിളിന്റെ ഫോണൊക്കെ ആദ്യത്തെ വരുന്നുള്ളെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊന്നും ഇങ്ങനത്തെ ഫെസിലിറ്റി നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ ഒന്നുമില്ല. പക്ഷെ അന്നേ ദൈവം ഒരു മിഷണറിയിലൂടെ ഇങ്ങനെ ഒരു മെസ്സേജ് എനിക്ക് തന്നായിരുന്നു. അപ്പം ഞാൻ ഓർക്കുവാണ്, ദൈവം എത്രയോ നാളുകൾക്ക് മുൻപേ അവിടെ നിന്ന് ഇതാ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ബിലീവ് ഇൻ യുവർ ഹാർട്ട്, ഈശോ നിങ്ങളുടെ ഹൃദയത്തെ സൗഖ്യമാക്കും. ഇന്ന് നമ്മുടെ അവസ്ഥകളിലേക്ക് ദൈവത്തിന്റെ ഇടപെടൽ ഉണ്ടാകും. ഹല്ലേലൂയ. ഈശോ അത് നമ്മൾക്ക് വേണ്ടി ചെയ്യുക തന്നെ ചെയ്യും. അതൊരു ഒരു അപ്പോയിന്റഡ് ടൈമാണ്. നമ്മളൊക്കെല്ലാം അല്ലേ, നമ്മളിപ്പോൾ ഒരു അപ്പോയിന്റ്മെന്റിന് പോയി കഴിഞ്ഞാൽ ഒരു അപ്പോയിന്റഡ് ടൈമുണ്ട്. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഒരു അപ്പോയിന്റഡ് ടൈമുണ്ട്. അതുപോലെ തന്നെ ദൈവം നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ള, നമ്മൾക്ക് ഓരോരുത്തർക്കുമായി വെച്ചിട്ടുള്ള ഒരു അപ്പോയിന്റഡ് ടൈമാണ്. ഈ അപ്പോയിന്റഡ് ടൈമിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. അപ്പം നമ്മൾ എളിമയുള്ള ഹൃദയത്തോടെ, ഈശോയെ ഞാൻ അങ്ങയുടെ ആ സ്പർശനത്തെ സ്വീകരിക്കുന്നു, അങ്ങയുടെ ആ സാന്നിധ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് കണ്ണടച്ചെന്ന് പറഞ്ഞു, ഈശോയെ അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം വെച്ച് എന്നെ ഇപ്പൊ ഒന്ന് സ്പർശിക്കണേ കർത്താവ്. ഇത്രയും പറഞ്ഞ് ഇപ്പം തന്നെ ഈശോയുടെ സ്പർശനം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും. ഇപ്പം തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക്, ഹൃദയത്തിലൊക്കെ വലിയ ഭാരമായിട്ടിരിക്കുന്ന, മനസ്സ് ഭയങ്കരമായിട്ട് കലുഷിതമായിട്ട് നിൽക്കുന്ന, ഒരുപാട് ഈ ടോർച്ചറിങ് ആയിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്ത് കാണിക്കും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് കണ്ടവന ടോർച്ചർ അനുഭവിക്കുന്ന ഒരു വ്യക്തി, ടോർച്ചർ. നിങ്ങൾക്ക് ജോലി ഇട്ടിട്ട് പോകണമെന്നൊക്കെ ഉണ്ട്, ഹൃദയം തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ്. കർത്താവ് നിങ്ങളെ സമാശ്വസിപ്പിക്കുന്നു, സൗഖ്യമാക്കുന്നു. എന്താ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്കൊന്നും കുഴപ്പമില്ല, എനിക്ക് മാത്രമാണല്ലോ ഇങ്ങനത്തെ ഈ ഒരു ഒറ്റപ്പെടൽ, ഈ ഒരു വിഷമം. ആർക്കും ഇല്ലാത്ത പ്രശ്നം നിനക്കുണ്ടെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ഒരു ദൈവിക സ്പർശനം നിന്റെ ജീവിതത്തിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തില് ഒരു ഭാഗമുണ്ട്, ഒന്ന് കേൾക്കണേ. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉറക്കം വന്നു. ഞാൻ ഇച്ചിരി സമയം, ഇവിടെ 5:30 ആയതേ ഉള്ളൂ, നാട്ടിലിപ്പം 11 മണിയായെന്ന് തോന്നുന്നു. അപ്പം യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 5-ാം അധ്യായം നമ്മൾ കാണുന്നത്, യഹൂദരുടെ ഒരു തിരുനാളിന് ഈശോ ജെറുസലേമിലേക്ക് പോയി. ജെറുസലേമിലെ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബത്സൈദ എന്ന് വിളിക്കപ്പെടുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്നു ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. 38 വർഷമായിട്ട്
രോഗിയായ ഒരുവൻ അവിടെയുണ്ട് 38 വർഷമായിട്ട്. അപ്പം പുള്ളി സറൗണ്ടഡ് ആയിട്ട് ആരാ പുള്ളിയുടെ അരികിലുണ്ടായിരുന്ന? കുരുടരും മുടന്തരും തളർവാദക്കാരും അനേകരും. മൊത്തം ഒരു ഡിപ്രസിങ് സിറ്റുവേഷനാണ്. ചിലപ്പോൾ നിങ്ങൾ ഇന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ ലൈഫോ വല്ലാത്തൊരു ഡിപ്രഷനിലൂടെ പോകുന്നു. ചുറ്റുമുള്ളവരൊക്കെ അതേ സ്റ്റേറ്റിലൂടെ പോകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ലൈഫിനകത്ത് ഒരു പ്രോഗ്രസ്സും ഉണ്ടാകുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല. അപ്പൊ അങ്ങനെ മാറ്റങ്ങൾ വരാത്ത, അല്ലെങ്കിൽ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നില്ല. ഇന്ന് നിങ്ങൾ ലൈഫിൽ ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം ഈ ഒരു മെസ്സേജിന് വേണ്ടി ഓപ്പൺ അപ്പ് ആകട്ടെ. പരിശുദ്ധാത്മാവ് തുറക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ ദൈവം റിലീസ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന് 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, 38 വർഷമായ രോഗിയായിരുന്നു ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. ഹൃദയം നുറുങ്ങിയവരെ, ഹൃദയം തകർന്നവരെ ഈശോ കാണും. ഇത് വചനമല്ലേ? ഹല്ലേലൂയ. സങ്കീർത്തനം 147:3 ഗോഡ് സീസ് ദ ബ്രോക്കൺ ഹാർട്ട്. ഹൃദയം തകർന്നവരെ ദൈവം കാണും. അവൻ അവരുടെ അരികിലേക്ക് കടന്നു വരും. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഈ സന്ദേശത്തിലൂടെ ദൈവമാണ് നിങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നത്. ഹൃദയം തകർന്നവരെ ദൈവം സന്ദർശിക്കുവാണ് നിമിഷം. ഇപ്പൊ ഇവിടെ ഈശോ അവൻ വളരെ നാളെ കിടപ്പിലാണെന്ന് പറഞ്ഞ് ഈശോ ചോദിച്ചു, സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവെ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കുവാൻ ആരുമില്ല. അപ്പോൾ അദ്ദേഹം ഒരുപാട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് പറയാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻസ്, ഫ്രസ്ട്രേഷൻസ്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വർഷത്തിലൊരിക്കൽ ഒരു മിറക്കിൾ സംഭവിക്കുന്നുണ്ട്. ആ കുളത്തിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മാലാഖയുടെ ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ഒരു വിസിറ്റേഷൻ അവിടെ ഉണ്ടാകുന്നു. അവിടെ ഒരു സൗഖ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾക്കും ചില സ്ഥലങ്ങളിൽ പോകണം എന്നൊക്കെ, പ്രാർത്ഥിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു കൃപാസനത്തിലോ ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിക്കണം. ഒരുപാട് പേരുടെ ജീവിതം ദൈവം പ്രവർത്തിക്കുന്നത് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നിങ്ങൾക്ക് പറ്റണില്ല. വല്ലാത്തൊരു അസ്വസ്ഥതയിലൂടെ പോകും. ചിലപ്പോൾ ശാരീരികമായിട്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻ ജീവിതത്തിലുണ്ട്. ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷെ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് കേട്ടോ ഈ മെസ്സേജ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടി കർത്താവ് ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഈ മെസ്സേജ് തരികയാണ്. ഈശോ അവനോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എഴുന്നേറ്റ് കിടക്കിയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കിയെടുത്ത് നടന്നു. പ്രിയ സഹോദരങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് മറ്റാർക്കുമില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, മറ്റാർക്കുമില്ലാത്ത ദൈവത്തിൻ്റെ ഒരു ഫേവറും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. മറ്റുള്ളവരെ, അതായത് അവിടെ ഒരുപാട് പേര് കിടപ്പുണ്ടായിരുന്നു അല്ലേ? ഈ മനുഷ്യനാണ് ഏറ്റവും ലിമിറ്റേഷൻ. ഇദ്ദേഹത്തിന് അങ്ങോട്ട് ഇറങ്ങാനോ ആരും സഹായിക്കാനോ ഒന്നുമില്ല. അപ്പോൾ അത്രമാത്രം ഒറ്റപ്പെടലിലൂടെ, ഏകാന്തതയിലൂടെ, വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കരികിലേക്ക് ദൈവം തന്നെ നേരിട്ടിറങ്ങി വരികയാണ്. അവിടെ സൗഖ്യമാക്കുന്ന വേറെ ആരുമല്ല, തമ്പുരാൻ തന്നെയാണ്. അപ്പൊ ഇന്ന് നിന്റെ വിഷയത്തിൽ ചിലപ്പോൾ നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും, എന്റെ ദൈവമേ, ഒരു പ്രാർത്ഥനയ്ക്ക് ഒരാൾ വിളിച്ചാൽ പോലും ആരും റെസ്പോണ്ട് ചെയ്യത്തില്ല. ചിലർ പറയുമായിരിക്കും, നിനക്ക് ഒത്തിരി ബന്ധനമാണ്, അവന് എന്തോ വലിയ പാപം ചെയ്തിട്ട് ഈ ഒരു അവസ്ഥയൊക്കെ വന്ന് കിടക്കുന്നത്. പ്രാർത്ഥനക്കാരോ വീട്ടുകാരോ നാട്ടുകാരോ എല്ലാവരും ഉപേക്ഷിച്ചിട്ട കേസുകൾ പിടിക്കുന്ന ഒരാളാണ് ഈശോ. ഹല്ലേലൂയ. അങ്ങനെ എല്ലാവരും മാറ്റി നിർത്തിയവരെ, ഉപേക്ഷിച്ച് കളഞ്ഞവരെ, തള്ളിക്കളഞ്ഞവരെ, ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുന്ന ഒരാളുടെ പേരാണ് ഈശോ. ഹൃദയം നുറുങ്ങിയവരെ സൗഖ്യപ്പെടുത്തുന്നവന്റെ പേരാണ് ഈശോ. ഹല്ലേലൂയ. ഈ മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ ഹൃദയം തകർന്ന ഒരു വ്യക്തിയാണ് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കൂനുള്ള സ്ത്രീയെ സൗഖ്യമാക്കുന്നത്. നമ്മൾ ആദ്യം കേട്ടത് ആരെയാ? ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നത്. ഇപ്പൊ രണ്ടാമത് കേട്ടത് ആരെയാ? ബെത്സദ കുളക്കടവിൽ 38 വർഷക്കാലം രോഗിയായി കിടന്നൊരു വ്യക്തി സൗഖ്യമാണ്. ഇവരെല്ലാം ഹൃദയം തകർന്നവരായിരുന്നു, അവരെ സൗഖ്യമാക്കുക. പക്ഷെ അവരാരും വലിയ പ്രാർത്ഥനക്കാരോ അല്ലെങ്കിൽ ഒത്തിരിയും പ്രതീക്ഷിച്ചവരോ ഒന്നും അല്ലായിരുന്നു. അതായത് ദൈവം എന്നാ പറഞ്ഞ എന്നെ ഇപ്പൊ സൗഖ്യമാക്കും, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു എന്നാ പറഞ്ഞ അവരുടെ ആ ഒരു വൾണറബിലിറ്റി ഉണ്ടല്ലോ, ഒരു തകർന്നു നിൽക്കുന്ന ഒരു അവസ്ഥ. ആ അവസ്ഥയ്ക്കകത്തോടെ ദൈവസ്നേഹം അങ്ങ് ഇടിച്ചിറങ്ങി വരികയാണ്. ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ്. ഈശോ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, ഈശോ സഭയോട് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞേക്കുന്നത്, ഈശോനെ പങ്കുവെക്കാനാണ്. ഈശോനെ ആ സിറ്റീസ് ജസ്റ്റ് പങ്കുവെച്ചാൽ മതി. ഈശോ നേരിട്ട് വന്ന് സൗഖ്യം കൊടുത്തോളൂ. അതായത് ഇപ്പൊ എന്റെ ജോലി, എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ശുശ്രൂഷ, കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും കർത്താവ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് പറഞ്ഞാൽ മതി. അത് കേൾക്കുമ്പോൾ തന്നെ ഈശോ നേരിട്ട് വന്ന് സൗഖ്യം കൊടുത്തോളൂ. അവിടെ വേറെ ഷോ ഒന്നും വേണ്ട.
അവിടെ അനീഷോയൊന്നും ഇല്ല. അവിടെ ഞാൻ ഇന്നയാളെ പിക്ക് ചെയ്ത് ഇങ്ങനെ ആ പരിപാടിയൊന്നും വേണ്ട. അവിടെ ഡയറക്റ്റ്ലി ജീസസ് ആണ് സൗഖ്യമാക്കുന്നത്, ഈശോയാണ്. ഈശോയ്ക്ക് ടൈമും സ്പേസും ഒന്നും യാതൊന്നും ബാധകമല്ല. ഗോഡ് ഈസ് അബൌട്ട് ടൈം ആൻഡ് സ്പേസ്. ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചാലേ ഉള്ളൂ ഇത് നടക്കാം, അങ്ങനെയൊന്നുമില്ല. ഗോഡ് ഈസ് അബൌട്ട് ടൈം ആൻഡ് സ്പേസ്. നമ്മളൊക്കെ വ്യത്യസ്ത ടൈം സോണിൽ നിൽക്കുന്നവരാണ്. ഇപ്പം എന്താ പറയുന്നത്, ഇന്റർനെറ്റിലൂടെയാണ് നമ്മളിപ്പം പ്രെയർ ലൈനിൽ ജോയിൻ ചെയ്തേക്കുന്നത്. പക്ഷെ ഗോഡ് ക്യാൻ ഹീൽ നോ മാറ്റർ വേർ യു ആർ. നിങ്ങൾ എവിടെയായിരുന്നാലും ഈശോയ്ക്ക് സൗഖ്യമാക്കുവാൻ പറ്റും. അവിടുന്ന് ഹൃദയത്തിലേക്ക് നടക്കുന്നത്, ഹൃദയത്തിലേക്ക്, ഇൻ ടു യുവർ ഹാർട്ട്, ഇൻ ടു യുവർ ഹാർട്ട്, ഇൻ ടു അവർ ഹാർട്ട്. നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ് അവിടുന്ന്. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ. ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോഴേ ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. അതായത് ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെ ആ സിനഗോഗിൽ വരാൻ പറ്റിയെന്നുള്ളതാണ്. കാരണം അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ളവർക്കൊന്നും പള്ളി വരുന്നതിന് ഒത്തിരി ലിമിറ്റേഷൻ ഉണ്ട്. പള്ളി വരുമ്പം തന്നെ പള്ളി കയറണമെങ്കിൽ തന്നെ ആൾക്കാർ കളിയാക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ ചിന്താഗതി എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ആ ബന്ധനത്തിന് കാരണം അവനോ അവന്റെ പിതാമഹന്മാരോ ചെയ്ത തിന്മയാണെന്നുള്ളൊരു തെറ്റായ പഠനമുണ്ട്. അപ്പം കർത്താവ് ഇതിനെല്ലാം പൊളിച്ചെടുക്കുക. യഹൂദരുടെ ഇടയിലുള്ള ഈ പഠനങ്ങൾ അവരങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അതല്ല ദൈവ സ്നേഹമാകുന്നുവെന്ന് അവരുടെ മുമ്പിൽ വെച്ച് തന്നെ സൗഖ്യം കൊടുത്തുകൊണ്ട് ഈശോ വലിയ റവല്യൂഷൻ നടത്തും. ഇത് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. കർത്താവിന്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് യഹൂദൻ എന്ന് വെച്ചാൽ പഴയ നിയമം അരച്ച് കളക്കി കുടിച്ചവരാ ഈ ഫരിസേരും സദുക്കരും. അവർക്ക് ഈ കർത്താവിന്റെ ഈ ഒരു ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? മനുഷ്യരെ ഒന്ന് കുറ്റപ്പെടുത്തണ്ടേ, അല്ലെങ്കിൽ അവരെ ഒന്ന് ഇടിച്ചു താക്കണ്ടേ, അവരെ ഒന്ന് ചവിട്ടി മാറ്റി നിർത്തണ്ടേ? കർത്താവ് അതിനൊന്നും നിൽക്കുന്നില്ല. കർത്താവ് നേരെ അവരെ ചേർത്ത് നിർത്തുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചയിരിപ്പുണ്ട്, നിങ്ങൾ ദൈവ സ്നേഹമാകുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യരെ ചേർത്ത് നിർത്തുമ്പോൾ ഈ മനുഷ്യര് ദൈവാത്മാവിലൂടെ അവരുടെ ആത്മാവ് ജീവിക്കുകയാണ്. അവർ പുതിയൊരു വ്യക്തിത്വമായി ഈശോയുടെ സ്നേഹം അനുഭവിച്ച് അവർ മാറുക. അതൊരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ, ആത്മാവിന്റെ ട്രാൻസ്ഫോർമേഷൻ അവിടെ നടക്കുക. അത് മനുഷ്യനിങ്ങനെ പറഞ്ഞ് എന്താ പറയുന്നത്, നമ്മൾ പേടിപ്പിച്ചതുകൊണ്ടോ ഉപദേശിച്ചതുകൊണ്ടോ ഒന്നും ഉണ്ടാകുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അവിടെ സംഭവിക്കുകയാണ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ. അപ്പോൾ ഇവിടെ ഈശോ സാബത്ത് ദിവസം ഒരു സിനഗോഗിൽ കർത്താവിന്റെ കൃപയുടെ വചനങ്ങൾ കർത്താവ് പങ്കുവെക്കുകയാണ്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടി ഈശോ എവിടെയെങ്കിലുമൊക്കെ വചനം പങ്കുവെക്കുന്നുണ്ടെങ്കിൽ അവിടെ ആയിരക്കണക്കിന് മനുഷ്യര് കടന്നു വരും. അപ്പൊ അന്ന് ഞാൻ വിശ്വസിക്കുന്ന സിനഗോഗിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. സിനഗോഗിന്റെ മുൻപന്തിയിൽ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഫരിസേയർ ഒരുപാട് പേരുണ്ട്. അപ്പം ആ സിനഗോഗിന്റെ മുൻപന്തിയിൽ ഇരിക്കുന്നത് മുഴുവൻ യഹൂദ മതത്തിലെ വലിയ മേലധ്യക്ഷന്മാരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെല്ലാം മുൻപിൽ നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് ആ പള്ളിയുടെ സിനഗോഗിന്റെ ഏതോ ഒരു കോണിൽ എവിടെയോ ഒരു കൂനുള്ള സ്ത്രീ, ചിലപ്പോൾ അവള് പള്ളിയിലോട്ട് കയറുമ്പോൾ വരെ പലരും കളിയാക്കി കാണും. ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയായിരിക്കും. ഒത്തിരി പേര് കളിയാക്കുന്നുണ്ടായിരിക്കും, ചോദിക്കുന്നുണ്ടായിരിക്കും, എന്തിനാ ഇങ്ങനെ പള്ളിയിലൊക്കെ പോകുന്നത്, എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, എന്തെങ്കിലും വിടുതൽ കിട്ടിയോ, എന്തെങ്കിലും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായോ? ചിലപ്പോൾ പള്ളിയിൽ പോകാൻ പോലും തോന്നുന്നില്ലായിരിക്കും. മറ്റുള്ളവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുമെന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെയൊക്കെ എന്നോട് പറയുന്ന ആൾക്കാരുണ്ട്. പള്ളിയിൽ പോകാൻ പോലും തോന്നുന്നില്ല. വേറൊന്നുമായിട്ടല്ല, ഈശോയുടെ സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷെ ആൾക്കാരുടെ ഈ ചോദ്യം ഒന്നും സഹിക്കാൻ പറ്റണില്ല. നീ ഈ വിദേശത്തു നിന്നൊക്കെ ജോലി പോയി നാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പള്ളിയിലൊക്കെ പോന്നു കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം, ഇനി എന്നാ തിരിച്ചു പോകുന്നേ, ഇപ്പം ജോലിയില്ല, ഇപ്പം അടുത്ത ട്രൈ ചെയ്യുവാണ് ആണോ? ആ പുച്ഛത്തോടെയുള്ള ചോദ്യമോ ആ നോട്ടോ ആ ഭാവമോ ഒക്കെ വരുമ്പോൾ എന്താ പറയുന്നത്, തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിലോട്ടല്ലേ വീണ്ടും കനൽ കോരിയിടുക, വീണ്ടും മനുഷ്യന്റെ മനസ്സിനെ അങ്ങ് തകർക്കുക. അപ്പം ഇതുപോലുള്ള വേദന സഹിച്ചും ചില മനുഷ്യര് ദേവാലയത്തിൽ പോകും. അവരെ നിയന്ത്രിക്കുന്ന മറ്റൊന്നുമല്ല, കർത്താവിന്റെ സ്നേഹം മാത്രമാണ് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയായിരിക്കും. ഈശോയുടെ ആ സ്നേഹത്താൽ പിടിക്കപ്പെട്ട് ദേവാലയത്തിൽ പോകുന്ന വ്യക്തി, നിങ്ങളെ നിശ്ചയമായി ദൈവം അനുഗ്രഹിക്കും. നിങ്ങൾ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നിങ്ങളെ മാനിച്ചു ഉയർത്തും. ഞാൻ വിശ്വസിക്കുന്നു ഈ കൂനുള്ള ഈ അമ്മച്ചിയുണ്ടല്ലോ, ഈ സഹോദരി, ഇവരെ അതുപോലെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ട്, ഒത്തിരി പേര് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഓരോ ദിവസവും ഇതൊന്നും നോക്കാതെ അവർ പള്ളിയിൽ പോയി ഒരു കണ്ണുനീരോടെ ആ ദേവാലയത്തിലിരുന്ന് പ്രാർത്ഥിച്ചു. കൂനുള്ള വ്യക്തി ഒന്ന് നേരെ നിൽക്കാൻ പോലും ഇല്ല. അന്ന് ഈശോ അവിടെ വന്നപ്പോഴത്തേക്കും ഒരുപാട് പേര് അവിടെ ചുറ്റും ഉണ്ടായിരുന്നപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഒരു കോണിൽ ഏതോ ഒരു മൂലയ്ക്ക് എവിടെയോ ഇങ്ങനെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു വ്യക്തി, അതിന് നേരെ നിൽക്കാൻ പോലും വേല, നേരെ നിവർന്ന് ഈശോനെ ഒന്ന് നോക്കാൻ പോലും വേല. പക്ഷെ ഈശോയുടെ കണ്ണ് ആദ്യം വന്ന് വീഴുന്നത് ഈ വ്യക്തിയില്ല. ഇതാണ് നമ്മുടെ ഈശോയുടെ ഒരു പ്രത്യേകത. വേറെ ഏത് ധ്യാനഗുരു ഈ ഭൂമിയിലുള്ള ഏത് പ്രാർത്ഥനക്കാരനുണ്ടായിരിക്കും ഇതുപോലെ അല്ലേ? ഏത് ശുശ്രൂഷകൻ കാണും ഈ ലോകത്ത് ഇതുപോലെ കർത്താവിനെ പോലെ? ആരുമില്ല. ദർ ഇസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ജീസസ്. നല്ല വസ്ത്രം ധരിച്ച നല്ല മിടുക്കരായിട്ടുള്ള
അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള നല്ല കാശുള്ളവരെയൊക്കെ കാണുമ്പോഴത്തേക്കും വാ ഞാൻ പ്രാർത്ഥിക്കാം, രോഗസൗഖ്യം തരാൻ ഞാൻ മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കാന്ന് പറയും. ആർക്കും വേണ്ടാത്ത, എല്ലാവരും ഉപേക്ഷിച്ച് ഒറ്റപ്പെട്ട ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന, ചവിട്ടി തേക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, എല്ലാവരും ഉപേക്ഷിച്ച വ്യക്തി ഒരു സ്ഥലത്ത് ഇങ്ങനെ മാറി നിൽക്കുക. അവിടെ നമ്മൾ കാണുന്നത് എന്താ? യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന അവിടെ ഇരിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെ ഈ വ്യക്തി എന്തിനാ പള്ളി വന്നതെന്നൊക്കെ ഓർത്ത്, ചിലപ്പോൾ ആൾക്കാർക്ക് ഈ പാണ്ഡിത്യം കൂടി കഴിയുമ്പോഴത്തേക്കും ചില മനുഷ്യരുണ്ട്. ഇപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മനുഷ്യനോട് ഞാൻ ഒരു പ്രയർ മീറ്റിങ്ങിൽ പ്രാർത്ഥിക്കുക, ഇത് ബൈബിള് കണ്ടവാനം പഴയ നിയമമൊക്കെ തിയോളജിയൊക്കെ കണ്ടവാനം പഠിച്ചൊരു വ്യക്തി എന്നോടൊന്ന് പറയൂ, അവൻ്റെ ഉള്ളിൽ കണ്ട് ഭയങ്കര പിശാചിരിപ്പുണ്ട്, ഭയങ്കര ബന്ധനായിരിക്കുന്നത്, എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? അവനെന്തോ വലിയ പാപം ചെയ്തേക്കുന്നു, അല്ലെ അവൻ്റെ വല്യപ്പനോ വല്യപ്പച്ചൻ്റെ അപ്പൂപ്പനൊക്കെ പാപം ചെയ്തേക്കുന്നു, അതൊക്കെ ഭയങ്കരമായിട്ട് അവനെ അങ്ങ് ബന്ധിച്ചിട്ടേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങ് കാറ്റഗറൈസ് ചെയ്യുവാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ബൈബിളിലെ പുതിയ നിയമത്തിൽ ഒരൊറ്റ സ്ഥലത്ത് പോലും കർത്താവ് ഇങ്ങനെയൊന്നും ആരോടും ഡീൽ ചെയ്യുന്നുമില്ല, സംസാരിക്കുന്നില്ല, ഇടപെടുന്നുമില്ല. അതൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സംഭവങ്ങൾ, അതും പഴയ നിയമത്തിൽ നിന്ന് മാത്രം. ഇവിടെ ഈശോ മനുഷ്യന്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള ചിന്ത വരുന്ന സമയത്ത് തന്നെ ഈശോ എന്നാ ചെയ്യുന്നത്? അവരുടെ മുൻപിൽ വെച്ച് തന്നെ, വലിയ സംസാരങ്ങളോ വലിയ ഡയലോഗുകളോ ഉപദേശങ്ങളോ ഒന്നുമില്ല, ഇൻസ്റ്റന്റേനിയസ്ലി ഈശോ പറയുകയാണ്, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. യു ആർ ഹീൽഡ് ഫ്രം യുവർ ഡിസീസ്, യുവർ സിൻസ് ആർ ഫോർഗീവൺ. ഒരിക്കൽ ഈശോയുടെ കാൽക്കീഴിൽ ഒരു പാപിനിയ സ്ത്രീ വന്ന് പൊട്ടിക്കരയുന്ന സമയത്ത് ഫരിസേയൻ ഒരു ഈശോയുടെ ഭക്ഷണത്തിന് വീട്ടിൽ വിളിച്ച ഫരിസേയൻ അവിടെ ഇരുന്ന് പറയോ, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഇവന്റെ കാൽക്കീഴിൽ വന്നിരുന്ന പൊട്ടിക്കരയുന്ന ഇവൾ ആരാന്ന് അറിയുമെന്ന് പറഞ്ഞ് അതേ സ്ഥലത്ത് ഈശോ എന്നാ പറയുന്നത്? ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. ഹൃദയം തകർന്നിരിക്കുന്നവന്റെ വേദനകളെ, വ്യസനങ്ങളെ, വിഷമങ്ങളെ അറിയുന്ന ദൈവത്തിന് നിന്റെ മുറിവുകളെ ഉണക്കാൻ, നിന്റെ പാപങ്ങളെ ക്ഷമിക്കുവാൻ, നിനക്ക് സൗഖ്യം നൽകുവാൻ, നിന്റെ അവസ്ഥകളിൽ ഇടപെടുവാൻ ഒരൊറ്റ സെക്കൻഡ് മതി. നീ നിന്ദിക്കപ്പെട്ട സ്ഥലം എവിടെയാണോ അവിടെ വെച്ച് തന്നെ നിന്നെ കർത്താവ് മാനിച്ചുയർത്തുകയാണ്. അതല്ലേ നമ്മളിവിടെ കാണുന്നത്. യേശു അവളെ കണ്ടപ്പോൾ അടുത്ത് വിളിച്ചു പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ച് തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു സാപത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. അപ്പൊ രോഗിക്ക് സൗഖ്യം കിട്ടിയതല്ല. യേശുവിന്റെ കൃപ പ്രസംഗിച്ചപ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം കൊണ്ട് അവർ സൗഖ്യം കിട്ടുന്നതല്ല. ചിലർക്ക് ബുദ്ധിമുട്ട് എന്നാണെന്നറിയോ? ചിലർക്ക് ബുദ്ധിമുട്ട് മനുഷ്യരെ എന്തുകൊണ്ട് പേടിപ്പിക്കുന്നില്ല. എനിക്ക് മെസ്സേജ് വരാറുണ്ട്, ചില വ്യക്തികളൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, മനുഷ്യരെ പേടിപ്പിക്കണം. അത് ഞാൻ എന്തിനാ പേടിപ്പിക്കുന്നത്? അത് പഴയ നിയമത്തിൽ ഇന്ന വാക്യങ്ങളൊക്കെ ഉണ്ട്, പേടിപ്പിക്കും. അപ്പം ഞാൻ പറയും, നിങ്ങൾക്ക് പേടിപ്പിക്കാനോ നിങ്ങൾ പേടിപ്പിച്ചോ. കർത്താവ്, ഞാൻ ജീവിതത്തിൽ വല്ലാത്ത ഒറ്റപ്പെടലിലൂടെയും വിഷമങ്ങളിലൂടെയും ഏകാന്തതയിലൂടെ ഒക്കെ കടന്നു പോയപ്പോൾ എന്നെ സ്പർശിച്ച എൻ്റെ ഈശോയുടെ ആ സ്നേഹം ഞാൻ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരെ ആയിട്ട് പങ്കുവെക്കുന്നു. അവരെ കർത്താവ് സ്പർശിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ ഈശോ സൗഖ്യം കൊടുക്കുന്നു. അവർ ദിവ്യകാരുണ്യത്തോട് ചേർന്ന് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ആ സ്നേഹത്തെ അനുഭവിച്ച് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകുന്നു. God heals the broken hearted. Hallelujah. God heals the broken hearted. പാശ്ചാത്യ ലോകത്ത് ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ, ഞാൻ ഓസ്ട്രേലിയ ആയിരുന്നപ്പോഴും ഈവൻ ഞാൻ ആഫ്രിക്കൻ മിഷൻസിനൊക്കെ പോകുന്ന സമയത്ത്, ഈവൻ ഇവിടെ യൂറോപ്പിലാണെങ്കിലും നമ്മൾ ഈ മനുഷ്യരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത്, സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഒരുപാട് പേര് തകർന്ന് തരിപ്പണമായി ഇല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ചിലപ്പോൾ അവരൊക്കെ നമ്മളോടൊക്കെ ഈ ചിരിച്ചോണ്ടായിരിക്കും ഇടപെടുന്നത്, പക്ഷെ അവരുടെ ഉള്ളിലൊക്കെ ഒത്തിരിയും പ്രശ്നങ്ങളും പെയിൻസും ഉണ്ട്. അപ്പം ഈ ദൈവത്തിന്റെ സ്നേഹം ചിലപ്പോൾ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുന്നതിനപ്പുറമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പം അത് എന്താ പറയുക, നമുക്ക് ഉപദേശങ്ങൾ കൊണ്ടോ അവരെ വിധി എഴുതിക്കൊണ്ടോ കാറ്റഗറൈസ് ചെയ്തുകൊണ്ടോ ഒന്നും കാര്യമില്ല. അവർക്കെല്ലാവർക്കും വേണ്ടത് ഈശോയുടെ ആ സ്നേഹമാണ്, കർത്താവിന്റെ സ്നേഹമാണ്. ഞാൻ ഈ പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് കഷ്ടപ്പാടിലൂടെ ലൈഫിൽ ഒത്തിരി സ്ട്രഗിൾസിലൂടെ പോകുന്നവർക്ക് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കായിരിക്കും കൂടുതലും ഞാൻ ഷെയർ ചെയ്യുന്ന ഈ മെസ്സേജുകൾ കൂടുതലും റെലവൻ്റ് ആയിട്ട് തോന്നുന്നു. റിലീജിയസ് ആയിട്ടുള്ള ചില ആൾക്കാർ ഫുൾ ടൈം മിനിസ്ട്രിയിലൊക്കെ നിൽക്കുന്നവർ, അല്ലെങ്കിൽ ശുശ്രൂഷയിലൊക്കെ ഫുൾ ടൈം ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയും. കാരണം ജീസസ് ഈസ് ഓൾവേസ് ഡീലിംഗ് വിത്ത് പീപ്പിൾ ഹു ആർ ഗോയിങ് ത്രൂ സ്ട്രഗിൾസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ദർ ലൈഫ്. ജീവിതത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടിക്കുന്ന, സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു ശുശ്രൂഷയാണ് തമ്പുരാൻ എനിക്ക് നൽകിയിരിക്കുന്ന. ആ ശുശ്രൂഷയിലൂടെ ഈശോ
നമ്മൾ ഓരോരുത്തരെയും സ്പർശിക്കുകയാണ്. ഈശോ നേരിട്ടിറങ്ങി സ്പർശിക്കുകയാണ്. ഈവൻ റൈറ്റ് നൗ ഐ ബിലീവ് നിങ്ങൾ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ ഈശോ നിങ്ങളെ മാനിച്ചു ഉയർത്തി. ഇന്ന് നിങ്ങൾ ഈ സന്ദേശം കേൾക്കും. ഞാൻ പങ്കുവെച്ച ഈ 3 പേരുടെ കഥയും, ഒന്നാമത് കുഷ്ഠരോഗിയായ വ്യക്തി, രണ്ടാമത് 38 വർഷക്കാലം ബെത്സൈദ കുളക്കടക്ക് അരികിൽ കിടന്ന ആ വ്യക്തി, അതുപോലെ തന്നെ ഈ കൂനുള്ള സ്ത്രീ, ഇവർ 3 പേരും തകർന്ന അവസ്ഥയിലൂടെ കടന്നുപോയവരായിരുന്നു. ഈ 3 പേരുടെ ഹൃദയം തകർന്ന അവസ്ഥയെ അറിഞ്ഞ തമ്പുരാൻ അവരുടെ അരികിലേക്ക് കടന്നു വന്ന് അവരെ സൗഖ്യമാക്കുകയാണ്. ഇന്ന് നീ കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയായാലും, നിന്റെ വേദനകളും വിഷമങ്ങളും അറിയുന്ന ഈശോയ്ക്ക് നിന്റെ പ്രശ്നത്തിൽ നിനക്ക് ഒരു ഉത്തരം നൽകുവാൻ കഴിയും. ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ഫോർ എവർ. അവൻ എല്ലാ കാലങ്ങളിലും വിശ്വസ്തനാണ്. ഇന്നലകളിൽ അവൻ വിശ്വസ്തനാണെങ്കിൽ ഇന്നും അവൻ വിശ്വസ്തനാണ്. ജെറമ്യാ പ്രവാചകൻ ഒരു മനോഹരമായ വചനം പറഞ്ഞു, 11-ാം അധ്യായത്തിന് 7-ാം വാക്യം. കർത്താവിൽ വിശ്വസിക്കുന്നവൻ അനുഗ്രഹീതൻ, അവൻ ആറ്റരികത്ത് നട്ട വൃക്ഷമാണ്. ഹല്ലേലൂയ. കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. ഒന്ന് വിശ്വസിക്കാവത്. നിങ്ങളെ ഈശോ നട്ടതാ. നിങ്ങള് എന്താ പറയുക, വൈൽഡായിട്ട് എവിടെയോ ചുമ്മാ കയറി വന്ന പള്ളയൊന്നുമല്ല കേട്ടോ. ദൈവത്തിന്റെ ഹൃദയത്തിൽ വലിയ വിലയുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഗോഡ് സീസ് യു സോ വാല്യുബിൾ, സോ പ്രഷ്യസ്. ആരെങ്കിലും നിങ്ങൾ ഇടിച്ചു താഴ്ത്താനോ ചവിട്ടി താഴ്ത്താനോ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തോ ആയിക്കോട്ടെ, നിങ്ങളതൊന്നും ഓർത്ത് അറിയേണ്ട. ഗോഡ് ലവ്സ് യു സോ മച്ച്. ഗോഡ് സീസ് യു സോ പ്രഷ്യസ്. കർത്താവിൽ ആശ്രയിക്കുന്ന അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. നമ്മുടെ പ്രത്യാശയായ ഈശോയ. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്ത് ഭയപ്പെടുന്നില്ല. ഈശോയിൽ വിശ്വസിക്കുന്ന നീ, വാസ്തവത്തിൽ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ കർത്താവ് നമ്മളെ പ്ലാൻ ചെയ്തായിരുന്നു. ഈശോയുടെ സ്നേഹമാണ് നമ്മളെ ഈശോയിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അവിടുന്ന് നട്ട, അവിടുന്ന് പരിപാലിക്കുന്ന, അവിടുത്തെ സ്നേഹത്തിന്റെ കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്ന് കണ്ണടച്ചൊന്ന് കണ്ടേ. ഈശോയാൽ പരിപാലിക്കപ്പെടുന്ന, ഈശോ നട്ട, ഈശോ വളർത്തുന്ന, ഈശോ പരിപാലിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഹല്ലേലൂയ. അവിടുന്ന് ഒരു നല്ല സമരിയക്കാരനാണ്. കർത്താവ് എത്രമാത്രം മനുഷ്യരോട് ദൈവം നല്ലവനാണെന്ന് പറഞ്ഞാലും മനുഷ്യന്റെ ഉള്ളിലെ ആ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു വേറൊരു കാഴ്ചപ്പാടെന്ന് മനുഷ്യന് മോചനം കിട്ടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഈശോ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ഈ ഒരു പിക്ചർ മനുഷ്യന് കൊടുക്കാൻ വേണ്ടി. നല്ല സമരിയക്കാരനെ ഉപമ പറഞ്ഞു അല്ലേ. സത്രത്തിൽ കൊണ്ടുപോയി ആ മനുഷ്യനെ ആക്കി, അവന് വേണ്ട, അതിന് വേണ്ട, പരിചരിക്കുന്നതിന് വേണ്ടതെല്ലാം കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ അത് നോക്കിക്കോളാം. അങ്ങനെ ഈശോയാൽ പരിപാലിക്കപ്പെടുന്ന ഒരു വ്യക്തി. എന്ന് കണ്ണടച്ച് പറഞ്ഞു, ഞാൻ ഈശോയാൽ പരിപാലിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ ഈശോയാൽ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിയാണ്. ഞാൻ ഈശോ വില തരുന്ന വ്യക്തിയാണ്. ഈശോ വില തരുന്ന വ്യക്തിയാണ്. 1 പത്രോസ് 1:19-20 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള വിശുദ്ധമായ ഈശോയുടെ അമൂല്യമായ രക്തം കൊണ്ടാണ് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്. അപ്പം നിങ്ങളുടെ വില എന്നുള്ളത് ലോകമിടുന്ന വിലയല്ല. ചിലപ്പോൾ ലോകം നിങ്ങളെ കാണുന്നത് നിങ്ങൾക്ക് ഇത്രയുള്ള വില എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഇന്ന് ഈ മെസ്സേജ് നിങ്ങളുടെ ആത്മാവിലോട്ട് അങ്ങ് ആഴത്തിൽ ഇറങ്ങട്ടെ. അതായത് ഈശോ നിങ്ങൾക്ക് ഇടുന്ന വില എന്നാ? ഈശോ ഇടുന്ന വില എന്നാ? ഈശോയുടെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ഒരാത്മാവ്, സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഒരു വ്യക്തി. അപ്പൊ നിങ്ങൾക്ക് ഈശോ ഇടുന്ന വില അത്രമാത്രമാണ്. ദൈവത്തിന്റെ രക്തത്തിന്റെ വിലയാണ്. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരു 2 യൂറോ കോയിൻ, നോക്കട്ടെ എൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു, 2 യൂറോ കോയിൻ നമ്മൾ എവിടെയെങ്കിലും കളയുകയോ ഉപേക്ഷിക്കുകയോ വലിച്ചെറിയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഒരിക്കലും പോകുന്നില്ല. ആ 2 യൂറോ കോയിൻ 2 യൂറോ ആയിട്ട് 2 യൂറോസ്. അപ്പൊ ഇത് ഒരാൾ വലിച്ചെറിയുക, ഇത് ഏതെങ്കിലും വേസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിടുക, ഏതെങ്കിലും ചെളിയിൽ കൊണ്ടുപോയിടുക, ചെളിയിലാണ് കിടക്കുന്നത് എന്ന് വെച്ചാൽ ഇതിന്റെ വില പോകുന്നുണ്ടോ? ഈ 2 യൂറോ എന്നുള്ളത് 2 യൂറോ തന്നെയാണ്. അങ്ങനെ വില ഒരിക്കലും മാറണില്ല. നിങ്ങൾ ആരൊക്കെ ഇടിച്ചു താഴ്ത്തിയാലും ചവിട്ടി താഴ്ത്തിയാലും നിങ്ങൾ ബന്ധനാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാലും ദൈവത്തിന് മുന്നിൽ നിങ്ങളുടെ വില മാറണില്ല. മനുഷ്യൻ പറയാ വിലയില്ലാത്തവനാണ്, അതാണ് ഇതാണ്. പക്ഷെ ദൈവത്തിന്റെ മുൻപിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തിന്റെ ഹൃദയത്തിൽ നിങ്ങൾക്കുള്ള സ്ഥാനം മാറത്തില്ല. അതുകൊണ്ട് 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയും, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം എന്ന് പറയുന്നത്. കൊളോസ്യർക്ക് പൗലോസ്ലീഹ ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തിൽ 21-ാം വാക്യമാണ് ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ വാത്സല്യ ഭാജനമാണെന്ന് പറയും. അപ്പൊ അത്രമാത്രം ദൈവം കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തി.
ഇന്ന് ഈ ഒരു മെസ്സേജിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വലിയൊരു റീഅഷ്വറൻസ് തരട്ടെ. ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്, ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. അവിടുന്ന് ഹൃദയം തകർന്നവരുടെ നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥകളെ അറിയുന്നു. ആൻഡ് ഹീ ഹീൽസ് അവർ ബ്രോക്കൺ ഹാർട്ട്. നമുക്കിന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ലൈഫിൽ ശക്തമായി ഇന്ന് രാത്രി ഇറങ്ങി നിൽക്കട്ടെ. ജെറുസലേമിന്റെ ആ വീഥികളിലൂടെ ഈശോയുടെ ശരീരം വലിച്ചഴക്കപ്പെട്ടപ്പോൾ, ഈശോയുടെ ശരീരം വലിച്ചഴച്ചുകൊണ്ട് പോയവരെല്ലാം തിയോളജിയൊക്കെ ഒത്തിരി അറിയാവുന്നവരായിരുന്നു കേട്ടോ. അതായത് യഹൂദന്മാരാണ് ഈശോയുടെ മരണത്തിന്, ഈശോനെ ക്രൂശിക്കുന്നതിന് പിൻപിൽ നിന്നത്. അവർക്ക് അവരുടെയാണ് പഴയ നിയമം, അവർക്കിതെല്ലാം വളരെ വ്യക്തമായിട്ടറിയാം. പക്ഷെ അവരുടെ മനസ്സ് കട്ടിയായിപ്പോയി, ഭയങ്കരമായിട്ട് അങ്ങ് ഹാർഡായിപ്പോയി. അതായത് ചിലപ്പോൾ നമ്മളും ഒത്തിരിയൊക്കെ പഠനങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ മനസ്സും കട്ടിയായിപ്പോകും. ഇപ്പോഴൊക്കെ ഓർത്തോണം, ജെറുസലേമിന്റെ വീഥികളിലൂടെ ഒരു വ്യക്തി, അവന്റെ ശരീരം മുഴുവനും ഉഴവ് ചാല് കീറിയതുപോലെ കീറിക്കിടക്കുന്നു, ഈ കണ്ടത്തിലൊക്കെ ഉഴുതു മറിഞ്ഞു കിടക്കുന്നത് പോലെ. സങ്കീർത്തനം 129 നമ്മളത് കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ഭാഗം ഞാൻ വായിച്ച് പ്രാർത്ഥിക്കാം. ഈശോയെ ആരാധന. കർത്താവിന്റെ ശരീരം അത്രമാത്രം പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്തിനു വേണ്ടിയായിരുന്നു? നമുക്ക് വേണ്ടിയായിരുന്നു. നമ്മളെപ്പോലുള്ള തകർന്ന ഓരോ മനുഷ്യനും ജീവൻ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ആ വേദനകൾ ഏറ്റെടുത്തത്. സങ്കീർത്തനം 129:3 ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഒഴിവുചാല് കീറി. കർത്താവ് നീതിമാനാണ്. ഉഴവുകാർ എന്റെ മുതുകിൽ ഉഴുതു, അവർ നീളത്തിൽ ഉഴവുചാല് കീറി. കർത്താവിന്റെ ആ ശരീരം മുഴുവൻ ഉഴവ് ചാല് കീറുന്നത് പോലെ കീറിക്കിടക്കുക, കീറി മുറിഞ്ഞു കിടക്കുന്നു. അപ്പൊ അന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ഈ കൂനുള്ള സ്ത്രീയും അന്ന് നിവർന്നു നിൽക്കുക. അവൾ കാണുക, കുഷ്ഠരോഗ സൗഖ്യമായ വ്യക്തി ആരാ ഉണ്ടായിരുന്നു? ഇതുപോലെ തകർന്ന കുറച്ച് മനുഷ്യർ വാവിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ നിൽപ്പുണ്ട്. കാരണം ആർക്കും വേണ്ടാതിരുന്ന അവരെ സൗഖ്യമാക്കി തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു വന്ന ആ ഈശോ. ഹല്ലേലൂയ. അവർക്കറിയാമല്ലോ എന്താ ഇത് സംഭവിക്കുന്നത്. പക്ഷെ പിന്നീട് പൗലോസ്ലീഹായിലൂടെ ദൈവം നമുക്ക് മെസ്സേജ് നൽകി. ഈശോ ആ പീഡനങ്ങൾ മുഴുവനും ഏറ്റെടുത്തത് ഈ ഭൂമിയിലെ ഓരോ തകർന്ന മനുഷ്യനിലും ദൈവിക ജീവന്റെ സമൃദ്ധി വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. ഓരോ മനുഷ്യനിലേക്കും ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും ഈശോയുടെ ഈ സ്നേഹം അവരിൽ നിറയപ്പെട്ട് അവർക്ക് വലിയ സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ്. ഓരോ പരിശുദ്ധ കുർബാനയിലും ഇത്രമാത്രം വലിയ പവർ റിലീസ് ചെയ്യാൻ സ്വർഗം തയ്യാറായി നിൽക്കുന്ന കേട്ടോ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഇത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ പരിശുദ്ധ കുർബാന കാണുന്ന സമയത്ത്, സ്വീകരിക്കുന്ന സമയത്ത്, God's presence will touch, release in our life. And even right now when you are watching this video, strong presence of Holy Spirit is moving no matter where you are. പരിശുദ്ധാത്മാവെ, അവിടുത്തെ സാന്നിധ്യം വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ കണ്ടുകൊണ്ടിരിക്കുക. ഈശോയുടെ ശരീരത്തിലേക്ക് എത്രയോ തവണ ചാട്ടവാറുകൾ കൊണ്ട് അതിക്രൂരമായി അവർ അടിച്ചു. ഓരോ തവണ അടിയേൽക്കുന്ന സമയത്ത് യെശയ്യാപ്രവാചകന്റെ പ്രോഫസി ഫുൾഫിൽ ചെയ്യുക. 53-ാം അധ്യായത്തിൽ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ പീഡനം ഏൽപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ നമ്മുടെ എന്ന് പറയുമ്പോഴത്തേക്കും ഈ യഹൂദന വാസ്തവത്തിൽ മനസ്സിലായില്ല ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും എത്ര മാത്രമാണ്. അപ്പം യഹൂദനോടും അതുപോലെ തന്നെ സഭയിലുള്ളവരോടും പറയുകയാണ്, നമുക്ക് വാസ്തവത്തിൽ കർത്താവിന്റെ ഈ ഒരു ഹൃദയത്തിന്റെ ആഗ്രഹത്തെ, അവിടുത്തെ സ്നേഹത്തിന്റെ നീളവും വീതി ഉയരവും നമുക്ക് മനസ്സിലായില്ല. അതാണ് നമ്മുടെ അതിക്രമം. നമ്മൾ നമ്മുടേതെന്ന് പറഞ്ഞ് ചില കാര്യത്തിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ പീഡനമേറ്റു. ഇന്ന് സഭയിൽ വിഭാഗീയത ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയെല്ലാം ആ വേദന വന്ന് വീഴുന്നത് ഈശോയുടെ പുറത്തോട്ടാണ്. അന്നേറ്റ അടിയിലേക്കാണ്, ആ വേദനയിലേക്കാണ് ഈശോ കടന്നു പോകുന്നത്. അപ്പം നമ്മൾ കാണേണ്ടത് ലോകത്ത് സഭയിൽ വിഭാഗീയത അല്ലെങ്കിൽ പ്രയർ ഗ്രൂപ്പുകളിൽ വിഭാഗീയത, എല്ലാവരും ഓരോരുത്തർ ഓരോ പ്രയർ ഗ്രൂപ്പും സഭയും വിഭാഗീയതയായിട്ട് പിരിയുമ്പോൾ എല്ലാം ആ ശരീരമാണ് കീറി മുറിക്കുന്നത്. യേശുവിന്റെ ശരീരം, ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് പ്രയർ കൂടുന്നത്, ഇതെല്ലാം ബിക്കോസ് ഓഫ് വൺ പേഴ്സൺ, നമുക്ക് വേണ്ടി അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയ ഈശോ. ആ ഈശോയുടെ സഭ, അത് നമ്മൾ ഓരോരുത്തരുമാണ്. കാത്തലിക് എന്ന വേർഡിന് അർത്ഥം സാർവത്രികം, ഈശോയുടെ ശരീരമാകുന്ന സഭ.
അതുകൊണ്ടാണ് പൗലോസിലെ 1 കൊരിന്ത്യർ 12:27 നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിന്റെ അവയവങ്ങളുമാണ്. പ്രിയ സഹോദരങ്ങളെ, ദ മോർ വി ഡൈവ് ഇൻ ടു ദ ലവ് ഓഫ് ഗോഡ്, ദൈവസ്നേഹത്തെയും ഈശോയുടെ ഹൃദയത്തെയും നമ്മൾ അറിയും തോറും വിഭാഗീയതകൾ വിട്ടുപോയി നമ്മളെല്ലാവരും ദൈവസ്നേഹത്തിൽ ഈശോയോടും അവിടുത്തെ ശരീരമാകുന്ന കർത്താവിന്റെ സഭയോടും ചേർന്നിരിക്കും. അത് നമുക്കറിയാം, മനുഷ്യർക്ക് കുറവുകളുണ്ട്, പക്ഷേ ദ ലവ് ഓഫ് ഗോഡ് വിൽ കമ്പൽസ് us. ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ക്രൂശിൽ മണിക്കൂറുകളോളം അതിദാരുണമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി ആ കൂർത്തയാണികൾ കുത്തിത്തുളയ്ക്കപ്പെട്ട് ശരീരത്തിലൂടെ കയറി മണിക്കൂറുകൾ ആ ക്രൂശിൽ കടന്നുകൊണ്ട് നമുക്കെതിരെ നിന്ന ലിഖിത നിയമങ്ങളെ വിശുദ്ധ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്തവനായ ഈശോ. കൊളോസ്യർ 2:14-15 നമ്മളത് കാണുന്നു. ഈശോയെ അവിടുത്തെ കുരിശുബലിയുടെ അനന്ത യോഗ്യതയാണ്. കർത്താവെ അവിടുന്ന് ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. നിനക്കും എനിക്കും വേണ്ടത് മുഴുവനും ഈശോ ക്രൂശിൽ പൂർത്തീകരിച്ചു. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. എവറിത്തിങ് ഈസ് ഫിനിഷ്ഡ് ഓൺ ദാറ്റ് ക്രോസ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. അതാണ് ഗലാത്യ 3:26. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രന്മാരാണ്. ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ സ്നാനം സ്വീകരിച്ചിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നാണ്. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസം ആർക്കില്ല? ദൈവത്തിനില്ല. ഈശോയുടെ കുരിശുബലിയിലൂടെ ഈ ഭൂമിയിലുള്ള നമ്മളെ എല്ലാവരെയും, തകർന്ന ഓരോ മനുഷ്യനെയും, തകർന്ന മനുഷ്യൻ എന്ന് പറയും, ഇവിടെ മനസ്സിലാക്കണം, ദൈവം ഈ ഭൂമിയിൽ ഈശോനെ അറിഞ്ഞവരും അറിയാത്തവരെ മനുഷ്യരെ ആന്തരിക മുറിവിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പൊ എല്ലാ മനുഷ്യരെയും കർത്താവ് പിതാവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ആണ് കൊളോസസ് 1:20 നമ്മൾ കാണുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവിടുന്ന് പിതാവിനോട് അനുരഞ്ജിപ്പിച്ചു. റോമക്കാർക്കെടുത്ത ലേഖനത്തിൽ, കൊറിന്തോസാർക്കെടുത്ത ലേഖനത്തിൽ 5-ാമതിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ മരിക്കുന്ന സമയത്ത് മനുഷ്യകുലത്തെ മുഴുവനും ആ ഒരു ആദത്തിൽ നിന്നുള്ള ആ പാപത്തിന്റെ ശക്തിയെ തന്റെ മരണത്തിലൂടെ കർത്താവ് അവസാന ആദമാകുന്ന ഈശോ പിതാവിന്റെ സന്നിധിയിൽ തന്റെ ജീവനെ സമർപ്പിക്കുമ്പോൾ, പിതാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് എന്റെ പ്രാണനെ സമർപ്പിക്കുന്നുവെന്ന് പറയുന്ന നിമിഷം നമുക്കെല്ലാവർക്കും വേണ്ടത് മുഴുവനും തന്റെ പരിഹാര ബലിയിലൂടെ അവിടുന്ന് പൂർത്തീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഈശോയിൽ വിശ്വസിക്കുന്ന നാം എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഗലാത്യ 3:26 നിങ്ങൾ ബൈബിൾ എടുത്ത്, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ബൈബിൾ എടുത്ത് ഇപ്പം വായിക്കണം പറ്റുമെങ്കിൽ. ഗലാത്യ 3:26. ഈശോയിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാരാണ്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഈശോ നിങ്ങളുടെ ഉള്ളിലുണ്ട്. തൊട്ട് താഴെ പറയാ, പിന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണ്ട. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. വെളുത്തവനെന്നോ കറുത്തവനെന്നോ ചൈനക്കാരനെന്നോ ഇന്ത്യക്കാരനെന്നോ ഒരു വ്യത്യാസവുമില്ല. സ്ത്രീയെന്നോ പുരുഷനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. വീണ്ടും പറയുന്നു, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ അബ്രാഹത്തിന്റെ സന്തതികളാണ്, വാഗ്ദാനം അനുസരിച്ചുള്ള അവകാശികളുമാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്നാണെന്നറിയോ? പരിശുദ്ധാത്മാവ് ഇപ്പൊ എന്റെ ഉള്ളിൽ നൽകിയൊരു കാര്യം, നമുക്ക് ചർച്ചിൽ ഒരു യൂണിറ്റി ഉണ്ടാകുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നമ്മളെല്ലാവരും ഒന്നല്ലേ? നമ്മളെല്ലാവരും ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമല്ലേ? അന്നത്തെ കാലഘട്ടത്തില് ഈ ഗുഹയ്ക്കകത്തൊക്കെ ആയിരുന്നു അവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ, ഞാൻ പറയും, കൂനുള്ള സ്ത്രീയും കുഷ്ഠരോഗിയും പാപിനിയായ സ്ത്രീയും ഇങ്ങനെ തകടം തരിപ്പണമായ ആൾക്കാരുടെ ഒരു കൂട്ടായിരുന്നു ആദ്യത്തെ. അങ്ങനെ ഈശോയുടെ സൗഖ്യം കിട്ടിയ ഒരാൾക്കാരുടെ കൂട്ടായിരുന്നു ആദിമ സഭാ സമൂഹം എന്ന് വെച്ചാൽ. സാധാരണ മനുഷ്യർ, മുഖവരായിട്ടുള്ളവരായിരുന്നു ഈശോയുടെ ശിഷ്യന്മാര്. അവരൊക്കെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു. അപ്പൊ അവരെ ഒത്തിരിയും പേര്
ഈ പഴയ നിയമം അറിയാവുന്ന പണ്ഡിതന്മാരായിട്ടുള്ളവരല്ല ഇവരെ പീഡിപ്പിക്കുകയാണ്. അന്നത്തെ ലോക പോലീസാണ് റോമ ഗവൺമെന്റ്. അന്നത്തെ ലോകത്തിലെ വളരെ ശക്തമായൊരു മതമാണ് യഹൂദ മതം. ഇവർ രണ്ടുപേരും കൂടെ ഈശോയുടെ ഈ കൂട്ടായ്മയെ, ചെറിയ കൂട്ടായ്മ, വെളിച്ചം ലഭിച്ച 100-120 പേരുള്ള ഒരു കൂട്ടായ്മ, അപ്പോൾ ആ ഒരു ചെറിയ സമൂഹത്തെ പീഡിപ്പിക്കുകയാണ്. പിന്നീട് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഈശോയിൽ വിശ്വസിക്കുന്ന ഈ ആൾക്കാരെ യഹൂദന്മാരെ കളിയാക്കിയാണ് ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. കളിയാക്കി വിളിച്ചത് ക്രിസ്ത്യാനികൾ, അവർ ക്രിസ്ത്യാനികളല്ലേ. അപ്പോൾ ഈശോനെ അവർക്ക് ഒട്ടും ഇഷ്ടമില്ല. കാരണം ഈശോയിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാന്ന് പോലും അവർ അംഗീകരിക്കുന്നില്ലായിരുന്നു, ഏത് യഹൂദന്മാർ. അപ്പം അത്രമാത്രം പരിഹസിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്ത ഒരു സമൂഹം പരിശുദ്ധാത്മ ശക്തിയിൽ നിറഞ്ഞപ്പോൾ അവർക്ക് യഹൂദനെ സ്നേഹിക്കാൻ പറ്റി, അവർക്ക് റോമക്കാരെ സ്നേഹിക്കാൻ പറ്റി, അവരടിമപ്പെടുത്തുന്നവരെ സ്നേഹിക്കാൻ പറ്റി, അവരെല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങി. ദൈവം അവരുടെ ഇടയിൽ ഇറങ്ങി വന്ന് വസിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ളവർ നടന്നു പോയപ്പോൾ അവരുടെ നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യമാകും. അതാണ് ബൈബിൾ നമ്മൾ കാണുന്ന അപ്പോസ്തല പ്രവർത്തനം. അവരുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യം. ഒന്ന് ഓർത്ത് നോക്കി, നിഴലടിച്ചപ്പോൾ രോഗികൾ സൗഖ്യമാവുകയാണ്. ഹല്ലേലൂയ. യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല, നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഇന്ന് രാത്രി ഈ ഒരു വചനം ഇത്ര നേരം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് നൽകിയ ഒരു നല്ല സമയത്തിനായി നന്ദി പറയുന്നു ഈശോയെ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടല്ലോ കർത്താവ്. പലപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ ഈ ഒരു വചനഭാഗങ്ങളിലൂടെ ഒന്നും ഞങ്ങൾക്ക് കയറിപ്പോകാൻ പലർക്കും കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ ഈശോ ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കി തരുന്നതിനായി നന്ദി പറയുന്നു ഈശോയെ. അങ്ങയുടെ സഭയെ സ്നേഹിക്കുവാൻ, കുറവുകളുള്ള മനുഷ്യരെ സ്നേഹിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുമാറാകണമേ. വിഭാഗ്യതയിലൂടെ കടന്നു പോകുന്ന സമൂഹത്തെ എല്ലാം അവിടുന്ന് അറിയുന്നല്ലോ ഈശോയെ. കർത്താവെ ഞങ്ങൾ കാണുന്നു, എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നത് ഞങ്ങൾ കാണുന്നു ഈശോയെ. എത്രമാത്രം കർത്താവ് വിഭജിക്കുവാൻ ഇവിടെ ഒന്നുമില്ല കർത്താവെ. കാരണം ഞങ്ങൾ നിൽക്കുന്നത് കൃപയാലാണ്. ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ ഒരു കഴിവിനാലോ ഞങ്ങളുടെ ഒരു യോഗ്യതയാലോ ഞങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷൻ കൊണ്ടോ ഒന്നുമല്ല. ദിസ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ്. ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മേന്മയോ ഒന്നുമല്ല, ഈശോയുടെ കരുണയും കൃപയും ഒന്നുകൊണ്ട് മാത്രമാണ്. കർത്താവെ, ആദിമസഭയിലുണ്ടായിരുന്ന ഓരോ മനുഷ്യരുടെയും സാക്ഷ്യം അവരുടെ കഴിവോ അവരുടെ മേന്മയോ ഒന്നുമല്ലായിരുന്നു. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് ഗോഡ്സ് പ്യുവർ ഗ്രേസ്. കർത്താവിൻ്റെ ആ പ്യുവറായിട്ടുള്ള ഗ്രേസ് അവരെ ശക്തിപ്പെടുത്തിയെങ്കിൽ ഈശോയെ, ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം ഞങ്ങളുടെ ഹൃദയത്തിനും മനസ്സിനും അവിടുന്ന് സൗഖ്യം നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Father Lord, we pray for an overflow of your presence into our lives, especially those who are going through a lot of issues in their personal life. You know exactly what they are going through, what they are battling. And I know that you are a God who can do wonders. There is nothing too hard for you. There is nothing is difficult for you. You can make the crooked path straight, and you are able to do exceedingly abundantly above all that we ask or think, according to your power, your grace that is working inside of us. Lord, we give you glory, praise and honor. അങ്ങനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്ന ഈശോയെ, നല്ല കർത്താവെ, അവിടുത്തെ അഭിഷേകത്തിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് ഈ നിമിഷം നിറയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹൃദയം നുറുങ്ങിയവർക്ക്, ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സമീപസ്ഥനാണല്ലോ. മനമൊരുകിയവരെ അവിടുന്ന് കടാക്ഷിക്കുന്നല്ലോ. അവിടുത്തെ ആണിപ്പെടുത്തുള്ള കരം വെച്ച് അവിടുന്ന് ഞങ്ങൾ ഓരോരുത്തരെയും ഈ നിമിഷം സ്പർശിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടെ ഞങ്ങളെ സ്പർശിക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വലതുകരം നമ്മുടെ ശിരസിനുള്ളിൽ വെച്ച് പ്രാർത്ഥിക്കും. കർത്താവ് യേശുവേ, അവിടുത്തെ ആണിപ്പെടുത്തുള്ള കരം വെച്ച് ഞങ്ങളെ നിമിഷം സ്പർശിക്കണം. കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്പർശിക്കണം, സൗഖ്യമാക്കണം. ആത്മാവിന്റെ ശക്തി ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. 1 യോഹന്നാൻ 1:8 അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും കഴുകി നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഈശോയുടെ വിലയേറിയ രക്തത്തിന്റെ ശക്തി നമ്മളെ ശുദ്ധീകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ, അഭിഷേകത്തിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ, ആരാധന, ആരാധന, ആരാധന. ഒരു നിമിഷം കർത്താവ് ഒരു മെസ്സേജ് ഉള്ളിൽ ഇങ്ങനെ തരുന്നുണ്ട്. അതായത് നിങ്ങൾക്കിപ്പം
ആരോടെങ്കിലും ക്ഷമിക്കുവാനായിട്ട് പറ്റണില്ലെങ്കിൽ ഈശോ ഈ നിമിഷം അതിനുള്ള ഒരു കൃപ കർത്താവ് ഹൃദയത്തിലേക്ക് പകർന്നു തരുന്നു. ചില വ്യക്തികളോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഒരു കൂരയ്ക്ക് കീഴെ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരാകാം, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാകാം, ക്ലോസ് ഇമ്മീഡിയറ്റ് ഫാമിലി ആകാം, നിങ്ങൾ ഒത്തിരി ഈ ദിവസങ്ങളിൽ വേദനിപ്പിച്ചവരാകാം, മക്കളാകാം. അപ്പം ക്ഷമിക്കാൻ പറ്റുന്നില്ല, മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിട്ടിരിക്കുന്നു. ഈ നിമിഷം ക്ഷമിക്കുന്നതിനുള്ള വലിയ കൃപ ഈശോ നമ്മുടെ ഇടയിലേക്ക് പകരുന്നു. ആ ക്ഷമയുടെ അഭിഷേകത്തെ നമുക്ക് നിമിഷം സ്വീകരിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ആ സമയത്ത് ആ ക്ഷമയുടെ അഭിഷേകത്തെ നമുക്ക് സ്വീകരിക്കാം. പിതാവ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഈശോയുടെ ആ ക്ഷമയുടെ അഭിഷേകം ഈ നിമിഷം നമ്മുടെ ഇടയിലേക്ക് വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം യേശുവിനെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, മഹത്വം. ആരാധന, ആരാധന. എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, എക്സാമിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഈ നിമിഷം കർത്താവെ ആ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇപ്രകാരം അവിടുന്ന് പറയുന്നു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഈ ഒരു വാക്യം നിങ്ങൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുക. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 4:13. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തുമായിരുന്നു. അപ്പോൾ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. അപ്പൊ ഇന്ന് ഈ ഒരു മെസ്സേജ് നമ്മളൊരു പ്രെയർ മീറ്റിംഗ് കഴിയുമ്പോൾ തന്നെ കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്തി. ഇനി നമുക്ക് നമ്മളെ ശക്തനാക്കുന്നവനായ കർത്താവിലൂടെ, കർത്താവ് കൂടെയുണ്ട്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഒന്ന് പറഞ്ഞ് അതിരം തുറന്ന് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. ഹല്ലേലൂയ. ഇതൊരു 10 പ്രാവശ്യം പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു വറീസ് ഒക്കെ നമ്മുടെ മൈൻഡിൽ നിന്ന് വിട്ടുപോകും. ഇത് ഫിലിപ്പ് ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പക്ഷെ ചിലപ്പോൾ ആകുലത വരത്തില്ലേ? നാളെ ഇനി ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും ദൈവമേ ആ വ്യക്തിയോട് വർക്ക് ചെയ്യണമല്ലോ, അയ്യോ, എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചില ദിവസങ്ങളൊക്കെ ഞാനിങ്ങനെ നമ്മൾ ചില ഷിഫ്റ്റിനൊക്കെ പോകുമ്പോഴേ ചില ആൾക്കാർ കർത്താവ് അവരോട് എങ്ങനെ വർക്ക് ചെയ്യും, നമ്മൾ ഒത്തിരി വിഷമിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണല്ലോ. ഈശോ പറയും, നീ അന്നോർത്ത് ഭാരപ്പെടണ്ട, നീ അത് എൻ്റെ കരങ്ങളിലേക്ക് വിട്ടുതരിക. നമ്മളെ ഒത്തിരി വിഷമിപ്പിച്ച വ്യക്തികള് നമ്മളെ വീണ്ടും വിഷമിപ്പിക്കുന്ന ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. നിങ്ങൾ ഒത്തിരി വേദനിപ്പിച്ച വ്യക്തികൾ ഇനിയും നിങ്ങളെ വേദനിപ്പിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ കാണും. നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് വരുന്നതാണ്. പക്ഷെ ഒരിക്കലും ഈശോ എനിക്ക് മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്. അതായത് അങ്ങനെ വിഷമിപ്പിച്ച ചില വ്യക്തികളെ ആ വിഷയത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അത്ഭുതകരമായിട്ട് ആ വ്യക്തികളിലെ നല്ല ഭാഗം, നല്ല സൈഡ്സിനെ ദൈവം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവരിലെ നല്ല എല്ലാ മനുഷ്യരും നല്ല ഭാഗമുണ്ട്, ചീത്തയുണ്ട്. പക്ഷെ ചിലപ്പോൾ ചില മനുഷ്യർ നമ്മളോട് വളരെ നെഗറ്റീവായിട്ട് ഇടപെട്ടാണ്. പക്ഷെ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മളത് വിട്ടുകൊടുത്ത് നമ്മുടെ ഹൃദയത്തിൽ സൗഖ്യം ലഭിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യരെ തന്നെ ദൈവം നമുക്ക് നന്മയ്ക്കായിട്ടും ഉപയോഗിക്കും. അത് സംഭവിക്കും. അങ്ങനെയാണ് ദൈവരാജ്യം ഈ ഭൂമിയിൽ വളരുന്നത്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ ഭാരപ്പെടുന്ന വിഷയത്തെ നമുക്ക് ഈശോയുടെ കരങ്ങളിൽ വിട്ടുകൊടുക്കാം. ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ. എന്നതാ കൃതജ്ഞതാ സ്തോത്രം? കർത്താവെ, അവിടുന്ന് ഇടപെട്ടതിനായി നന്ദി. നാളത്തെ ഡ്യൂട്ടിയിൽ, നാളത്തെ പ്രശ്നത്തിൽ, നാളത്തെ വിഷയത്തിൽ അവിടുന്ന് എനിക്ക് വേണ്ടി ഇടപെട്ടതിനായി നന്ദി. ഈ വിഷയത്തെ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവിടുന്ന് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് ഇപ്പൊ തന്നെ അഭിഷേകം വ്യാപരിക്കുന്നു. ശക്തമായ അഭിഷേകം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ വരുന്നൊരു വ്യക്തി ഇതെനിക്ക് വേണ്ടിയുള്ളതാന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. ഈശോയുടെ മെസ്സേജ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ബൈബിളിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് സാധാരണ മനുഷ്യരാണ്. ഇത് പരിശുദ്ധാത്മാവിൽ നിയന്ത്രിക്കപ്പെട്ട് അവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. പിന്നെ നിങ്ങളെ ഈ ലൈഫിലെ ഒത്തിരി പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവർക്കാണ് ബൈബിളിലെ മെസ്സേജ് ഏറ്റവും കൂടുതൽ റിലേറ്റഡ് ആക്കാൻ പറ്റുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന സ്ട്രഗിൾസിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഏറ്റവും അധികം ബൈബിളിലെ സന്ദേശം കയറുന്നത്. ഇത് പഠിച്ച് പിടികിട്ടുന്ന ഒരു സംഭവം അല്ല. ഇത് പഠിച്ച് മനസ്സിലാക്കുന്ന ബുദ്ധിയുടെ തലമല്ല. അതൊക്കെ പഴയ നിയമമാണ്. പുതിയ നിയമം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട്
പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങൾക്ക് സൗഖ്യം നൽകുകയാണ്. ഇന്നിപ്പോൾ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എന്താ 7-ാം വാക്യം, നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പൊ ഈശോയുടെ ഈ സ്നേഹത്തെ, ഈ മാധുര്യത്തെ നമ്മൾ കേൾക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ, ആ വചനത്തിന്റെ ആ ഒരു സൗന്ദര്യത്തെ നമ്മൾ രുചിക്കുമ്പോൾ എന്താ നമ്മൾ സംഭവിക്കുന്നത്? നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം ഈശോ അന്ത്യത്താഴവേളയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, എന്നിൽ വിശ്വസിക്കുക. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അപ്പം നമ്മുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ ഈശോ ഇത് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. അപ്പൊ ഹൃദയം അസ്വസ്ഥമാകാതിരുന്നാൽ കർത്താവിനവിടെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് അവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ വറി ചെയ്ത് ടെൻഷൻ അടിച്ച്, അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് വറീസ് വരും, പക്ഷെ ആ വറീസിനെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ ഒരു സ്വസ്ഥതയെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ, നമ്മുടെ ഹാർട്ടിനെ, നമ്മുടെ മനസ്സിനെ ഗാർഡ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ദൈവം അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് ലളിതമായിട്ട് തമ്പുരാൻ നമുക്ക് വേണ്ടി പറഞ്ഞു തന്നേക്കുന്ന കാര്യം. ലളിതമാണ്, ഏറ്റവും സിമ്പിളായിട്ട് അത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ന് മനസ്സിനെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഈശോ തന്നെ പറഞ്ഞ ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകരുത്. ഒന്നിനെക്കുറിച്ചും ഓർത്ത് ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും. ഇപ്പം കൂടുതലും നമുക്ക് ഈ പ്രശ്നം ചിന്തയിലാണ്. നമ്മളിങ്ങനെ ചിന്തിച്ച് കാട് കയറി പോകും. അയ്യോ, നാളെ ആ പുള്ളിയുടെ വർക്ക് ചെയ്താൽ എന്താവും. ചിലപ്പോൾ ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ജപ്തി നോട്ടീസ് വന്നു. ഇപ്പം ചിലപ്പോൾ എൻ്റെ മെസ്സേജ് കേൾക്കുന്ന ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളൊക്കെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്? ഞാൻ കടന്നുപോയ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എഴുന്നേറ്റ് പോകും, നിങ്ങൾ പേടിച്ചു പോകും. അതുപോലത്തെ വിഷയങ്ങളിലൂടെ ഞങ്ങളുടെ ലൈഫ്, ഞങ്ങളുടെ ഫാമിലി കടന്നു പോയിട്ടുണ്ട്. പല ജപ്തി നോട്ടീസുകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. എൻ്റെ പപ്പ ബിസിനസ് ചെയ്ത സമയത്ത് ഒരുപാട് തകർച്ചകളിലൂടെയൊക്കെ കടന്നുപോയ സമയങ്ങൾ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. വലിയ പ്രശ്നത്തിന് നടുവിലാണ്, മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ലാതിരുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് ഈ മെസ്സേജൊക്കെ തരുന്നത്. അപ്പം കർത്താവ് ഒരു വലിയ സമാശ്വാസം ഉള്ളിൽ തരുമായിരുന്നു. ഹല്ലേലൂയ. ഒന്നിനെക്കുറിച്ച് ഓർത്ത് ആകുലരാകേണ്ട. നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ, എല്ലാ ധാരണയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. അപ്പം ഞങ്ങളിങ്ങനെ കാട് കയറി ചിന്തിക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് ഉറക്കവും ഇല്ല, പിന്നെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കുളവാവുക. അപ്പോൾ ഒരാൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ചെറിയ കടം വന്നു, അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നം വന്നു, നമ്മൾ ഇതിനെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ഉറക്കവും ഇല്ല, അതൊന്നും ശരിയാകാതെ അവസാനം നാളെ വീണ്ടും പോയിട്ട് അബദ്ധത്തിൽ ചാടി വീണ്ടും നേരെ താഴ്ത്തു പോകുക. അതിന്റെ കാരണം നമ്മുടെ മൈൻഡ് ക്ലിയർ ആയിട്ടില്ല. അപ്പൊ ഇവിടെ ഈശോ പറയുകയാണ്, നമ്മുടെ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും, പ്രിസർവ് ചെയ്യും. അപ്പൊ ഈശോയുടെ സ്നേഹം നമ്മൾ കേൾക്കുമ്പോൾ, ഈശോ നമുക്ക് വേണ്ടി ഉണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ, നമ്മുടെ ഭാരങ്ങളെ ഈശോയിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമ്മുടെ ചിന്തകളെയും ഈശോയിൽ കാത്തുകൊള്ളൂ എന്ന് പറയും. ഈശോയിൽ കാത്തുകൊള്ളും. ഈശോ എനിക്ക് വേണ്ടി ഉണ്ടെന്നുള്ള ആ സ്നേഹത്തിനകത്തേക്ക് നമ്മൾ തിരിച്ചു വരും. ആ സ്നേഹത്തിനകത്തെ തിരിച്ചു വരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വിഷയത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ മൈൻഡ് ഒരു വലിയ സംഭവമാണ് കേട്ടോ. നമ്മുടെ മൈൻഡിനകത്താണ് നമ്മളിങ്ങനെ ചിന്തിച്ച് കാട് കയറിപ്പോവും. നമ്മൾ കൂട്ടി വായിക്കും, അയ്യോ അവരുടെ ജീവിതത്തിൽ അത് സംഭവിച്ചാൽ ഇതിങ്ങനെ സംഭവിക്കുമായിരിക്കും, ഇതങ്ങനെയാണോ അത് അങ്ങനെയാവുമായിരിക്കും, അവരിങ്ങനെയാണ് പറയുന്നത്, ഇതെല്ലാം ഏർത്ത് കൂട്ടി വായിച്ച് അവസാനം ഇന്നാളൊരു പുള്ളി പറയും, എൻ്റെ ദൈവമേ, ആ മനുഷ്യൻ ഏതോ പ്രയർ ഗ്രൂപ്പിൽ പോയി കഴിഞ്ഞപ്പോൾ അവരെ ആണ്ട് പറഞ്ഞ് പേടിപ്പിച്ചു, അപ്പം ആകപ്പാടെ പ്രശ്നത്തിൽ നിൽക്കുക. അതിൻ്റെ കൂടെ ഇതും കൂടെ അങ്ങ് കേട്ട് കഴിഞ്ഞ് ആ മനുഷ്യൻ പേടിച്ച് വിറച്ച്. പ്രിയ സഹോദരങ്ങളെ, ചില മനുഷ്യർ സൂയിസൈഡലായി പോയി. അപ്പം എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫാദർ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു. അദ്ദേഹം ഒത്തിരി സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നുപോയ സമയത്ത് ഒരു പ്രയർ ഗ്രൂപ്പിൽ ഒരു സംഭവത്തിലൊരു ധ്യാനത്തിൽ എന്തോ പോയി ആൾക്കാർ വിധിയാണ് മറ്റതാ മറിച്ചതാന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആ മനുഷ്യൻ്റെ കൺട്രോൾ പോയി, അയാൾ പോയി ആത്മഹത്യ ചെയ്തു. അപ്പം എനിക്കറിയാം ആ കൊച്ച് ഇപ്പം കാനഡയിലുണ്ട്. അപ്പം അവള് പറയുന്ന ഇടയ്ക്ക് അവളുടെ ഫാദറിനെ നഷ്ടപ്പെട്ടു. കാരണം ആൾക്കാർക്ക് പേടിപ്പിക്കുന്നവർക്ക് അവർ ചിലപ്പോൾ ഈ മനുഷ്യൻ കടന്നു പോകുന്ന വൾണറബിൾ സിറ്റുവേഷൻ എന്നതാണെന്ന് അവർക്ക് അറിയാമല്ലോ. കാരണം ദേ ഡോണ്ട് ഗോ ത്രൂ ഇറ്റ്.
They don't go through it and they don't know. കഷ്ടപ്പെടുന്നവൻ്റെ അല്ലെങ്കിൽ കാശ് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ വയ്യാത്തൊരു മനുഷ്യന്റെ വേദന എന്നതാണെന്ന് അതിലൂടെ കടന്നു പോകാത്തൊരു വ്യക്തിക്ക് അറിയാൻ മേല. അപ്പൊ അവര് പറയും അതാണ് ഇതാണെന്നൊക്കെ പറയും. ചിലപ്പോൾ അവർക്ക് അതിനുള്ള അവസരങ്ങൾ കാണാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ സുഹൃത്തുക്കളായ സുവിശേഷ പ്രഘോഷകരോട് ഞാൻ പറയും, ചിലപ്പോൾ നിങ്ങൾ മനുഷ്യരെ കുറ്റം വിധിക്കുന്നതിൽ നിങ്ങൾ മാറി നിൽക്കണം. കാരണം നിങ്ങൾക്ക് ഇത് ഫുൾ ടൈം ആയിട്ട് ഇതൊരു ശുശ്രൂഷയാണ്, മിനിസ്ട്രിയാണ്, നിങ്ങൾ ശുശ്രൂഷകരാണ്, അച്ഛന്മാരാണ്, ശുശ്രൂഷകരാണ്, ബ്രദേഴ്സാണ്, വാട്ടെവർ ശുശ്രൂഷ മേഖല നിൽക്കുന്നവരാണ്. ബട്ട് പീപ്പിൾ ആർ ഗോയിങ് ത്രൂ സോ മച്ച് സ്റ്റഫ്സ് ഇൻ ദിസ് വേൾഡ്. ഒരുപാട് തകർച്ചയിലൂടെയാണ് ഈ ഭൂമിയിലുള്ള മനുഷ്യർ കടന്നു പോകുന്നത്. അപ്പോൾ അവരുടെ ആ വേദനകളെ നമ്മൾ മനസ്സിലാക്കണം, അവരുടെ ആ ഒരു തകർച്ചകളെ നമ്മൾ ഉൾക്കൊള്ളണം. ആ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ വി ആർ ഡൂയിങ് നത്തിങ്. നമുക്ക് ഈശോയെ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനിത് പറയുന്നത് എൻ്റെ ലൈഫിൽ ഞാനിത് കടന്നു പോയ കാരണം എനിക്കറിയാം വ്യക്തമായിട്ട് ഇതിൻ്റെ എഫക്റ്റ് എത്രമാത്രം ഉണ്ടെന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഈശോ എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം ഇന്ന് പ്രിയ സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ ലോകത്തിന് നൽകാൻ പറ്റുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആസ് എ ബിലീവർ, ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഈശോനെ നമുക്ക് നൽകാം. പക്ഷെ നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ഈശോ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നു. ഈശോ നമ്മളെ തള്ളിക്കളയത്തില്ല. ഒന്ന് പറഞ്ഞ്, എൻ്റെ ഈശോ എന്നെ ഒരു നാളും തള്ളിക്കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. നീ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് തന്നെ നിന്നെ മാനിക്കുമങ്ങട്. ഇന്ന് ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ കർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനുള്ള കരുത്ത് തരുമാറാകട്ടെ. കർത്താവിൻ്റെ ശക്തി നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള കരുത്ത് തരുമാറാകട്ടെ. എൻ്റെ പപ്പ മരിച്ചുപോയ സമയത്ത് എനിക്ക് ഓരോ ദിവസവും ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് മുമ്പോട്ട് പോകാൻ കരുത്തില്ലായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ വചനത്തിലൂടെ ദൈവം എനിക്ക് കരുത്ത് നൽകി. ഞാൻ ചിലപ്പോഴൊക്കെ പണ്ട് ഞാൻ വലിയ കാര്യത്തിൽ സഹായിച്ച ചില സുവിശേഷ പ്രഘോഷകരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് അവരെ വിളിച്ച് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചിലർ ഫോൺ പോലും എടുക്കത്തില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, സംടൈംസ് ഗോഡ് ഹിംസെൽഫ് വിൽ സ്റ്റെപ്പ് ഇൻ. ബൈബിൾ തുറക്കുമ്പോൾ തേണ്ട ഇതുപോലുള്ള വാക്യങ്ങൾ കിട്ടണം. ആ ദൈവം തന്നെ നമ്മളോട് സംസാരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഒരിക്കലും തമ്പുരാനോട് പറഞ്ഞു, അനീഷേ, മറ്റുള്ളവർക്ക് നിന്നെ സഹായിക്കുവാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാക്കിയത് എൻ്റെ ആ ഒരു വലിപ്പം എത്രമാത്രം ഉണ്ടെന്ന് നീ അറിയുന്നതിന് വേണ്ടിയാണ്. ഒരിക്കലും ഈശോനോട് പറഞ്ഞു. കാരണം വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ ഓർത്ത് എന്നെ ഇന്ന ആൾക്കാരെ സഹായിക്കുമായിരിക്കും, കർത്താവിന് വേണ്ടി ഒത്തിരി. അതായത് നമുക്ക് അറിയാമല്ലോ, ചില വ്യക്തികളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യും, നമുക്ക് പരിചയമുള്ളവരും നമ്മുടെ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മകളിലും പള്ളിയിലും ഒക്കെ ഉള്ള നമുക്ക് പരിചയമുള്ളവരൊക്കെ. പക്ഷെ ദർ ആർ ടൈംസ് ദാറ്റ് നോബഡി മൈറ്റ് ബി ഹെൽപ്പിംഗ്. ആരും സഹായിക്കാത്ത ആ സമയങ്ങളിൽ കർത്താവ് തന്നെ സ്റ്റെപ്പിൻ ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തിയിലൂടെയായി. ഒരിക്കലും ഞാൻ വലിയൊരു ക്രൈസിസിലൂടെ പോയ സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, ദൈവം അന്ന് എനിക്കൊരു മെസ്സേജ് നൽകി, ഇന്ന് നിനക്കൊരു ദൈവം എന്നെ സഹായിക്കും. അപ്പോൾ ഒരു ജോലിയുടെ ഒരു കാര്യമായിരുന്നു. അപ്പം ഒരു നിരീശ്വരവാദിയായ മനുഷ്യനിലൂടെ ഞാനിപ്പോഴും ഓർക്കുന്നു എനിക്കൊരു ജോലി ഒരിക്കൽ റെഡിയായ കാര്യം കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. പിന്നീട് വേറൊരു ടൈമിൽ ഞാനിപ്പോഴും ഓർക്കുന്നു ഒരു മുസ്ലിം സഹോദരൻ, പിന്നെ വേറൊരു ടൈമിൽ വേറൊരു മനുഷ്യൻ. ഇതൊക്കെ വിശ്വാസികൾ പോലും അല്ലാത്തവരിലൂടെ ദൈവം ഇടപെട്ടിട്ടുണ്ട് ഒത്തിരിയും തവണ. സോ ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത് ഇന്നയാള്, ഇന്ന സ്ഥലം, ഇന്ന വ്യക്തി. ദൈവത്തിന് നമ്മൾ ആ സ്പേസ് കൊടുത്താൽ മാത്രം മതി. ഗോഡ് വിൽ കം ആൻഡ് ഡീൽ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. കാരണം ദൈവം വിശ്വസ്തനാണ്, ഈശോ വിശ്വസ്തനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സഹോദരങ്ങൾ. എനിക്കറിയാം ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് ഇതിൻ്റെ ഈ മെസ്സേജ് കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ വേദനകളുടെ തീവ്രത തമ്പുരാൻ അറിയാം. അതുകൊണ്ടാണ് വീണ്ടും 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 തമ്പുരാൻ ഈ മെസ്സേജ് എൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന്, പ്രതീക്ഷിക്കാത്ത വ്യക്തികളിലൂടെ, പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി സഹായമായിട്ട് കടന്നു വരും. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ആഗ്രഹം കാണും, നിങ്ങളുടെ മനസ്സ് തുറന്നതങ്ങ് ആഗ്രഹിച്ച. പണ്ട് പോളോ കൊയ്ലോ എന്ന് പറഞ്ഞ ബ്രസീലിലുള്ള ഒരു റൈറ്റർ പറഞ്ഞില്ലേ, നമ്മൾ ഹൃദയം തുറന്നൊരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ തേടി നമ്മുടെ അരികിലേക്ക് വരും. ഹല്ലേലൂയ. പണ്ട് ഞാനിങ്ങനെ തകർന്നിരുന്ന സമയങ്ങളിൽ, വല്ലാത്ത വേദനയിലൂടെ കടന്നുപോയ സമയത്ത് ഞാനിങ്ങനെ ഈശോയുടെ സ്നേഹമൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന ചില നാളുകൾ ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, കർത്താവേ, എനിക്ക് അച്ഛന്മാർ കുർബാന കൊടുക്കുമല്ലോ, അപ്പോൾ എനിക്ക് ഭയങ്കര കൊതിയാണ്. കർത്താവേ, എന്തായാലും ഇനി നമുക്ക് വൈദികനാകാൻ പറ്റത്തില്ല, പക്ഷേ ഈ കുർബാനയ്ക്ക് കൂടണമെന്ന് പണ്ട് ഈ തട്ടം നമ്മൾ താലം പിടിക്കുമായിരുന്നു. അപ്പോൾ ഇനി എനിക്കൊന്ന് കുർബാനയ്ക്ക് കൂടണം എന്നൊക്കെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം. ഈശോയുടെ ഈ ഒരു സ്നേഹം അനുഭവിക്കുമ്പോൾ ഈശോനെ മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നുള്ള വലിയൊരു ഡിസയറും ഉള്ളിലോട്ട് വരും. അപ്പോൾ അതിനുള്ള സാധ്യതകളൊന്നും തന്നെ നമ്മുടെ നാട്ടിലില്ല. കാരണം നമ്മുടെ നാട്ടിലെ കൾച്ചറിൽ വൈദികർ അല്ലെങ്കിൽ സിസ്റ്റേഴ്സാണ്
കുർബാന കൊടുക്കുന്ന അല്ലെ, യുക്കറിസ്റ്റിക് മിനിസ്റ്ററായിട്ട് കുർബാന കൊടുക്കുന്നവർക്ക് നമ്മുടെ എക്സ്പെഷ്യലി സീറോ മലബാർ സഭയിലൊക്കെ അതിനുള്ള ഒരു നമ്മുടെ നാട്ടിലെ ഒരു കൾച്ചറൽ സിസ്റ്റം. പക്ഷെ പിന്നീട് ഞാനിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് തകർന്ന അവസ്ഥയിൽ ആഗ്രഹിച്ച ആഗ്രഹത്തെ ദൈവം കണ്ടു. ഇപ്പം ഞാൻ ഈ ഒരു കാത്തലിക് കൺട്രിയിൽ ഇവിടെ വരുമ്പോഴത്തേക്കും യൂറോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽമായർക്ക് യുക്കറിസ്റ്റിക് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ് ഒരു ബ്ലെസ്സിങ് തന്ന് കുർബാന കൊടുക്കും. അപ്പം ഇന്നലെ ഇന്നും മിനിങ്ങാന്നൊക്കെ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ഒരുപാട് മനുഷ്യർക്ക് ദിവ്യകാരുണ്യം നൽകി, ഈശോനെ കൊടുത്തു. അപ്പം കുർബാനയ്ക്കിടയിൽ അച്ഛൻ നമുക്ക് കുർബാനയ്ക്കിടയിൽ ദിവ്യകാരുണ്യം എടുത്തുണ്ട്. അപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ അച്ഛന്മാരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആ ഒരു കാസയുണ്ടല്ലോ, സ്വർണ്ണത്തിലുള്ള ആ ഒരു കാസനെ നമ്മുടെ കയ്യിലോട്ട് എടുത്തു തരും. അത്രയ്ക്ക് ഒരു ഹമ്പിൾ അച്ഛന്മാരാണ് പാശ്ചാത്യ ലോകത്തുള്ളത്, വളരെ ഡൗൺ ടു എർത്ത് ആണ്. അപ്പം ഇവിടുത്തെ ഞങ്ങളുടെ ബിഷപ്പ് കാർഡിനൽ ഡെഫി എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം വളരെ ഡൗൺ ടു എർത്ത് മനുഷ്യനാണ്. ഈ നമ്മുടെ ഈ പ്രയറിനും ശുശ്രൂഷകൾക്കൊക്കെ ബ്ലെസ്സിങ് കത്തോലിക്ക സഭയുടെ ഒഫീഷ്യലായിട്ട് ആ പിതാക്കന്മാരെ തന്നേക്കുന്നത്. ഇവിടുത്തെ ഐറിഷുകാരായിട്ടുള്ളവരും സായിപ്പ്മാരായിട്ടുള്ള പിതാക്കൾ വളരെ ഡൗൺ ടു എർത്ത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു അത്രയും ഡൗൺ ടു എർത്ത് മനുഷ്യര് നമ്മൾ ഓർക്കും വത്തിക്കാനിലോ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഉള്ള പിതാക്കന്മാരൊക്കെ ഭയങ്കര ഒന്നുമല്ല, വളരെ സിമ്പിൾ ഡൗൺ ടു എർത്ത് പീപ്പിൾ. ദേ ആർ സോ കൈൻഡ്, ഭയങ്കര കൈൻഡാണ്, നമ്മളെ അത്രമാത്രം സ്നേഹിക്കുന്നവരാണ്. സോ ദൈവത്തിന്റെ ആ സ്നേഹത്തെ ഞാൻ പറഞ്ഞില്ല, അത് അന്ന് ആഗ്രഹിച്ച കാര്യം തമ്പുരാൻ ഇന്നാണേലും ഞാൻ കുർബാന കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവം എൻ്റെ ഈശോനെയാണല്ലോ ഞാൻ കൊടുക്കുന്നത്, എൻ്റെ ഈശോനെയാണല്ലോ കൊടുക്കുന്നത്. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ വൈഫ് പറയും, അനീഷ് കൊണ്ട് പറഞ്ഞിട്ടില്ല, ഇത് ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യമല്ലേ, ആഗ്രഹിച്ച കാര്യമല്ലേ, അത് തമ്പുരാൻ നടത്തുക. ദിസ് ഇസ് അമേസിങ്. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഉള്ള ചെറിയ ആഗ്രഹമായിരിക്കും, മൈറ്റ് ബി എ സ്മോൾ തിങ്, ചെറിയ കാര്യമായിരിക്കും. നിങ്ങൾ വിഷമിച്ച് വേദനിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥനയ്ക്കിടെ നിങ്ങൾ പറഞ്ഞു പോകുന്ന കാര്യമുണ്ടല്ലോ, അത് സ്വർഗം അത് വലിയ കാര്യമായിട്ട് എടുക്കും. ഹല്ലേലൂയ. നമ്മൾ തുടങ്ങിയ വാക്യങ്ങളുടെ വായിച്ച് നമുക്ക് നിർത്താം, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സഹോദരങ്ങളെ, നിങ്ങൾക്ക് എല്ലാവർക്കും കിടന്നുറങ്ങണ്ടേ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ഇടയിൽ ശക്തമായിട്ട് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈശോ നമ്മുടെ അരികിലുണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന. സങ്കീർത്തനം 147. കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ദൈവത്തിന് സ്തുതി പാടുന്നത് എത്ര ഉചിതം. കാരുണ്യവാനായ അവിടത്തേക്ക് സ്തുതി പാടുന്നത് ഉചിതം തന്നെ. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ച് കെട്ടുകയും ചെയ്യുന്നു. ഗോഡ് ഹീൽസ് ദ ബ്രോക്കൺ ഹാർട്ടഡ്. ഒരുപാട് എക്സാം എഴുതി ഫെയിലായ ആരോ ഒരാൾ എന്നെ കേൾക്കുന്നുണ്ടല്ലോ. എക്സാം എഴുതി വീട്ടുകാർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട്, കൂട്ടുകാർ നിങ്ങളെ കളിയാക്കാൻ തുടങ്ങി, കൂടെ പഠിച്ചവരൊക്കെ വലിയ ലെവലിലെത്തി, വീട്ടിലാടെ കിടന്നുറങ്ങാൻ പറ്റുന്നില്ലായിരിക്കും. ചിലപ്പം കമ്പയർ ചെയ്യും, വീട്ടിലാര് പുറകൊണ്ട് അവൻ അവിടെ പോയില്ലേ, ഇവന് ഇവിടെ പോയില്ലേ, നിന്നെ കൊണ്ട് എന്ത് പറ്റി, പള്ളി ചെല്ലുമ്പോഴായാലും എവിടെയൊക്കെ ചെല്ലുമ്പോഴായാലും ഉത്തരം കൊടുക്കാൻ പറ്റണില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ്, ഭയങ്കര ഒരു വൾണറബിൾ സിറ്റുവേഷൻ. പക്ഷേ there is something very powerful can happen during this time. ഈ തകർന്ന അവസ്ഥയിൽ ഭയങ്കര പവർഫുൾ ആയ ഒരു സംഭവം നിങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഈ ഒരു ടൈം ഉണ്ടല്ലോ, ഈ ടൈമിനകത്തോട്ട് ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് അങ്ങ് ഇടിച്ചിറങ്ങി വന്നു കഴിയുമ്പോൾ ആ അഭിഷേകം നിങ്ങളെ ലോകരാജ്യങ്ങളിൽ എത്തിക്കും. നിങ്ങളിലൂടെ കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്ന് തകർന്നു നിൽക്കുന്ന അവസ്ഥ ഇറ്റ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. കർത്താവ് ഇതിലേക്ക് നിങ്ങൾ ദൈവത്തിന്റെ ശക്തി അയക്കുവാൻ വേണ്ടി പോകും. എന്നെ കേൾക്കുന്ന ഒരു വ്യക്തി, നിങ്ങൾ ഭയങ്കര ഡിപ്രഷനിലൂടെ കടന്നു പോവുകയാണ്. ദൈവം നിങ്ങളെ വളരെ ശക്തമായിട്ട് യൂത്തിനിടയിൽ ഉപയോഗിക്കും. യൂത്തിന്റെ ഇടയിൽ വളരെ പവർഫുൾ ആയിട്ട് ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങളൊരു മിഡിൽ ഈസ്റ്റിൽ എവിടെയോ ഇരുന്ന് എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അവിടെ വിട്ടു പോകാൻ വേണ്ടിയൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ബട്ട് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ ചെക്ക് കളറിലുള്ള ഒരു ഷർട്ടായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. ചെക്ക് കളറിൽ വര ഇങ്ങനെയുള്ള ഷർട്ടായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. സോ ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു യു റൈറ്റ് നൗ. ദൈവം നിങ്ങളെ ഉപയോഗിക്കും. നിങ്ങൾ നിൽക്കുന്ന ആ പള്ളിയിൽ, ആ സ്ഥലത്ത്, ജീസസ് യൂത്തോ വാട്ടവർ, അതിനകത്ത് ദൈവത്തിന് നിങ്ങളിലൂടെ ചില കാര്യങ്ങൾ അവിടെ ചെയ്യും. ദൈവത്തിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. നിങ്ങൾ തകർന്നായിരിക്കും ഇരിക്കുന്നത്, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് രോഗികളെയൊക്കെ സൗഖ്യമാക്കും കേട്ടോ. നിങ്ങൾക്ക് രോഗശാന്തിയുടെ ഒരു ശുശ്രൂഷ വരം കൂടെ ഈശോ നിങ്ങളിലേക്ക് പകർന്നു തരുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കും. നല്ല ഈശോയെ, അവിടുന്ന് നിങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഒരു ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തി ഈശോ എടുത്ത് കാണിക്കുന്നു. ബിസിനസ്, ഒരു കച്ചവടം നിങ്ങൾ നടത്തുന്നു. കച്ചവടം അതിനകത്ത് ഈശോ പറയുക, ഞാൻ എൻ്റെ ഫേവറിന്, ഐ എം റിലീസിങ് മൈ ഫേവർ അപ്പോൺ യു. എസ്തറിന്റെ മേലൊക്കെ വന്നതുപോലെ ദൈവത്തിന് ഒരു വലിയ ഫേവർ, അബ്രാഹത്തിന്റെ മേൽ വന്നതുപോലെ ദൈവത്തിന്റെ ഫേവർ
സ്ഥലം മേടിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, ഏതൊരു വ്യക്തി നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനിലാണ്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ഇങ്ങനെ ഉള്ളിൽ തരുന്നുണ്ട്. നിങ്ങൾ സ്ഥലം മേടിക്കുന്നതിന് മുൻപ് കർത്താവാണ് അതിനകത്ത് ഉള്ളതെങ്കിൽ എവറിത്തിങ് വിൽ ബി പീസ്ഫുൾ. നിങ്ങളുടെ വീട്ടിൽ ഒച്ചപ്പാടോ വഴക്കൊന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ആ സ്ഥലം നല്ലതാണെന്ന് തോന്നി നിങ്ങൾക്ക് അത് മേടിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ദൈവം ഒരു കാര്യത്തിനകത്തുണ്ടെങ്കിൽ അവിടെ സമാധാനം ഉണ്ടായിരിക്കും കേട്ടോ. ദൈവം ഒരു കാര്യത്തിനകത്തുണ്ടെങ്കിൽ അവിടെ എന്നാ ഉള്ള സമാധാനം. ഫിലിപ്പിയർ 4-ാം മുമ്പ് കേട്ട വാക്യമാണ്. നമ്മൾ ഒരു വിഷയത്തിൽ നിങ്ങളൊരു സ്ഥലം മേടിക്കുവാൻ പോവുക, ഒരു രാജ്യത്തേക്ക് പോകാൻ തുടങ്ങും. അത് ചിലപ്പോൾ നിങ്ങളുടെ ഏജൻസി പറയും UK അല്ലെങ്കിൽ അമേരിക്ക പോവുക ഭയങ്കര നല്ലതാണെന്ന് പറയും. പക്ഷെ നിങ്ങൾ അമേരിക്ക നല്ലതാണോ UK നല്ലതാണെന്ന് ഏജൻസി പറഞ്ഞത് കേട്ടോ. പക്ഷെ എന്നിട്ട് നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഫിലിപ്പിയർ 4-6-7 വാക്യം വെച്ച്. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ലത് വേറെ ഏതെങ്കിലും രാജ്യമായിരിക്കും. ചിലപ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന വേറൊരു സ്ഥലത്തോട്ട് പോകാനായിരിക്കും. അപ്പം അവിടെ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ ദൈവം പ്രവർത്തിക്കുകയാണ്. അപ്പം ദൈവത്തിന്റെ സമാധാനം ഉണ്ടാകും. അത് നമ്മളിൽ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളിൽ അത് റിഫ്ലക്ട് ചെയ്യും. മൊത്തത്തിലൊരു സമാധാനം വ്യാപിക്കും. നമുക്കതറിയാം ദൈവം അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ ഫുൾ ഫാമിലി അതിനകത്തോടൊരു എഗ്രിമെന്റിലേക്ക് വരും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു സ്ട്രൈവിൽ നിന്നല്ല. നമ്മളൊരു അങ്ങനെ സ്ട്രൈവിൽ പോയിട്ട് ഇപ്പൊ UK എത്രയോ പേര് എന്തോ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത്. അങ്ങനെയല്ല, നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് 1 or 2 or 3 ഡേ 2-3 ദിവസം പ്രാർത്ഥിച്ച് ആ ഒരു സമാധാനത്തിൽ നിൽക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മളെ ആ ഒരു ക്ലിയർ ഡയറക്ഷനിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകും. ഞാൻ ഒരു മനുഷ്യൻ കഴിഞ്ഞ ദിവസത്തിനോട് ഷെയർ ചെയ്യുമായിരുന്നു. അദ്ദേഹം UK പോകാനുള്ള എല്ലാം റെഡിയായിട്ട് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ പെർമിറ്റ് ചെയ്തില്ല. അപ്പൊ അദ്ദേഹം ഷാർജ ഈ ഗൾഫിലോട്ട് പോയി. അപ്പൊ എല്ലാവരും കളിയാക്കി, നീ എന്തിന് ഈ സമയത്ത് UK എല്ലാം റെഡിയായപ്പോൾ നീ ഗൾഫിൽ പോകുന്നു ചോദിച്ചു. പക്ഷെ അദ്ദേഹം ഗൾഫിൽ ചെന്നപ്പം അദ്ദേഹം എന്താ പറയുക, റോക്കറ്റ് പോകുന്നല്ലോ. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടൊരു വളർച്ച അവിടെ ഉണ്ടായി. വലിയ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തിന് പെട്ടെന്ന്, അദ്ദേഹത്തിന് എന്തൊക്കെയോ ബിസിനസ് കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് റെഡിയായി. ആള് ബ്ലെസ്ഡ് ആയി. സോ wherever God wants you to be, അങ്ങോട്ട് പോകുമ്പോൾ അത് നിങ്ങൾക്ക്, നമ്മുടെ പ്രോമിസ്ഡ് ലാൻഡ് എന്ന് പറയുന്നത് സമാധാനം. ദൈവം തരുന്ന സമാധാനം, ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ്. ആ സമാധാനത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ദൈവത്തിനറിയാം വിച്ച് ഇസ് ബെസ്റ്റ് ഫോർ യു. നിങ്ങൾ ചിലപ്പം ഇന്ന രാജ്യമായിരിക്കും ആഗ്രഹിക്കും. നിങ്ങൾ ചിലപ്പം കുവൈറ്റ് ആഗ്രഹിക്കുന്ന ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓസ്ട്രേലിയ നിർത്താനായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ഓസ്ട്രേലിയ ആഗ്രഹിക്കുന്ന ദൈവം ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അമേരിക്ക നിർത്താനായിരിക്കും. ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പ്ലേസസ് അല്ല നമ്മുടെ സോഴ്സ് ഈശോയാണ്. ഈശോ ആഗ്രഹിക്കുന്ന ആ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ കൂടെ വ്യാപരിക്കുകയാണ്. അങ്ങനെ അബ്രാഹത്തിന് ദൈവം നൽകിയ ആ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക്, വർധനവിൽ നിന്ന് വർധനവിലേക്ക്, ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് പോകുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നു. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശൂന്യമായ നമ്മുടെ കലവറകളെ നിറയ്ക്കുവാൻ ശക്തനായ ഒരാളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്നോട് മനസ്സിൽ പറയുന്നുണ്ടായിരിക്കും, എൻ്റെ അവസ്ഥ ബ്രദറിന് അറിയാമല്ലായിരിക്കും, അനീഷിന് അറിയാമല്ലായിരിക്കും, ചേട്ടൻ അറിയാമല്ലായിരിക്കും, ഞങ്ങളിപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ. പത്രോസ് ഇതുപോലെ ചിന്തിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഈശോ പത്രോസിനോട് പോലും ചോദിക്കാതെ ആ വഞ്ചിയിലോട്ട് കയറിയിരുന്ന് വചനം പ്രസംഗിച്ചു. പത്രോസ് പാവം പരാജയപ്പെട്ട് തോറ്റ് അല്ലേ, നിരാശപ്പെട്ട് ഇന്ന് വീട്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ദൈവമേ എങ്ങനെ കാര്യങ്ങൾ നടക്കും. കുടുംബമുള്ളവർക്കറിയാം അല്ലേ എൻ്റെ ഭാരം. വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും കാര്യം ഓടണ്ടേ. കഴിഞ്ഞ ദിവസം ഈശോനെ വീട്ടിൽ വിളിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുകയായിരുന്നു. ഒരുപാട് അത്ഭുതങ്ങളൊക്കെ വീട്ടിൽ നടന്നു. വന്നപ്പോൾ ആൾക്കാർക്കൊക്കെ ഭക്ഷണമൊക്കെ ഒരുക്കി കൊടുത്തിട്ട് കാണും പത്രോസ്. കയ്യിലുള്ളതെല്ലാം തീർന്നു കാണും. പിറ്റേ ദിവസം പോയി കഴിഞ്ഞപ്പോൾ മീൻ പിടിക്കാൻ പോയി, ഒന്നും കിട്ടിയില്ലെന്ന് നിരാശപ്പെട്ട് നിൽക്കുക. ചിലപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്നുണ്ടായിരിക്കും. ജീവിതത്തിൽ എത്രയോ തവണ പ്രാർത്ഥിച്ചു, എത്രയോ ധ്യാനം കൂടി, എത്രയോ വചന പ്രഭാഷണം കേട്ടു, എന്നിട്ട് ഒരു ഫുൾഫിൽമെന്റ് വരുന്നില്ല. ഇപ്പോഴും ചില കാര്യത്തിനകത്ത് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളാണല്ലോ. ഈശോയെ, ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് മറ്റാർക്കും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് നിങ്ങൾക്കെങ്കിൽ മറ്റാർക്കും ഇല്ലാത്ത വിളിയാണ് നിങ്ങൾക്കുള്ളത്. ശിമോൻ പത്രോസിന്റെ പ്രശ്നം അതുപോലെ വലിയ പ്രശ്നമല്ലായിരുന്നു. അത് വല്ലാത്ത ഡിസപ്പോയിന്റ്മെന്റിലൂടെ ആള് കടന്നുപോയി. പക്ഷെ ആ സമയത്ത് ഈശോ ഇങ്ങനെ ഇടിച്ച് ശിമിയോന്റെ ആ ലൈഫിലോട്ട് അങ്ങ് ഇറങ്ങി വരിക. അതായത് ശിമിയോന്റെ പ്രശ്നത്തിലേക്കല്ല ഈശോ ആദ്യം ഇടപെടുന്നത്. ശിമിയോന്റെ തകർന്ന അവസ്ഥ ഈശോ ഉപയോഗിക്കുക. ഒരു വഞ്ചി, ആ വഞ്ചിയിലോട്ട് കയറിയിരുന്ന് ഈശോ വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്നാ സംഭവിച്ചാൽ അവിടേക്ക് ജീവന്റെ അഭിഷേകം ഇറങ്ങി വന്നു. ഇന്ന് നിങ്ങൾ വചനം കേൾക്കുമ്പോൾ, ഈ വചനം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഈ വചനമൊക്കെ വായിച്ച് പങ്കുവെക്കുമ്പോൾ ഈശോയുടെ ജീവന്റെ അഭിഷേകം നിർജീവമായ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. ലാസറിന്റെ ചീഞ്ഞളിഞ്ഞ ശരീരത്തെ ജീവിപ്പിച്ച അതേ ശക്തി ആ സമുദ്രത്തിലേക്ക് ഇറങ്ങി.
ഈശോ വചനം പറഞ്ഞപ്പോൾ ആ കടലിലേക്ക് ആ ശക്തി വ്യാപരിച്ചു. അവിടെ എങ്ങും മീനുകളില്ലായിരുന്നു. ആ മീനുകൾ ആ ശക്തിയിലേക്ക്, ആ സ്ഥലത്തേക്ക്, ഈശോയുടെ ആ സ്ഥലത്തേക്ക് അങ്ങ് കടന്നു വരിക. എന്നിട്ട് ഈശോ പറയൂ, വലതുവശത്തേക്ക്, അങ്ങോട്ട് മീനുണ്ടെന്ന് ഈശോ പറഞ്ഞു, വലതുവശത്തേക്ക് നോക്കി വല ഇറക്കിക്കൂ. അപ്പോൾ വചനം കേൾക്കുന്നത് നഷ്ടമല്ല, വചനം പ്രസംഗിക്കുന്നത് നഷ്ടമല്ല, ഈശോയെ ദൈവീകരിക്കുന്നത് നഷ്ടമല്ല. ഈ വേദനകൾക്ക് നടുവിൽ കർത്താവിന്റെ സ്നേഹം ആസ്വദിച്ച് ഈശോനെ ആരാധിക്കുന്നത് നഷ്ടമല്ല. ഇറ്റ് ഈസ് ഓൾ ബ്രിങ്ങിങ് ദ മോസ്റ്റ് പവർഫുൾ പ്രസൻസ് ഓഫ് ഗോഡ് ഇൻ ടു അവർ സിറ്റുവേഷൻസ്. നമ്മുടെ സിറ്റുവേഷനിലേക്ക് ദൈവ സാന്നിധ്യത്തെ നമ്മൾ ജസ്റ്റ് പത്രോസ് ചെയ്ത പോലെ നമ്മളൊന്ന് വിട്ടുകൊടുക്കുക, ഈശോയുടെ കാര്യങ്ങൾ അങ്ങ് ഏൽപ്പിക്കുക, ഈശോ അങ്ങ് ചെയ്യുവാന്ന്. ശൂന്യമായ പത്രോസിന്റെ വഞ്ചി മുഴുവനും മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞില്ലേ? ആ വഞ്ചി നിറഞ്ഞിട്ട് അപ്പുറത്തെ വല കീറാറാവുകയോളം നിറഞ്ഞെന്ന് പറഞ്ഞു. 2 വഞ്ചി മുഴുവൻ മത്സ്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. എന്തൊരു വലിയ അത്ഭുതം! അപ്പൊ അത്ഭുതങ്ങളിലേക്ക് നോക്കണ്ട. നിന്റെ ഹൃദയത്തിന്റെ വേദനയെ അറിഞ്ഞ് നിന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന കുഷ്ഠരോഗി ഒറ്റപ്പെട്ടപ്പോൾ അവന്റെ അരികിൽ വന്ന് അവനെ തൊട്ട് സൗഖ്യമാക്കിയ, ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച്, ധൂർത്തപുത്രന്റെ ഉപമ പറഞ്ഞപ്പോൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട എന്റെ പ്രിയ സഹോദരങ്ങളെ, ഒറ്റപ്പെടലിന്റെ ആ വേദനയിലൂടെ കടന്നു പോയില്ലേ ആ ധൂർത്തപുത്രൻ? ആ മകൻ തിരികെ മടങ്ങി വന്നപ്പോഴത്തേക്കും ഈ അപ്പൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് നിർത്താതെ ചുംബിച്ചില്ലേ? ആ മകൻ ദേഹം മുഴുവൻ ചെളിയില്ല, പന്നിക്കുഴിയില കടന്നു. പക്ഷെ അതൊന്നും ഈ അപ്പന് മാതകമല്ലായിരുന്നു. ആ അപ്പൻ അങ്ങ് കെട്ടിപ്പിടിച്ച് ഈ മനുഷ്യനെ ചുംബിക്കുക. അതിന്റെ അറാമിക് വേർഷൻ എന്ന് പറഞ്ഞാൽ ഈശോ സംസാരിച്ച ഭാഷയാണ് അറാമിക്. അവിടെ നമ്മൾ കാണുന്നത് നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് ഈശോ പിതാവും ദൈവം കിസ് ചെയ്യുന്നു. ആ കഥയിൽ ഈശോ പറയുന്ന പിതാവിനെ കുറിച്ച്, പിതാവും ദൈവത്തെ കുറിച്ച്. സോ ഗോഡ് ലവ്സ് യു ഇൻ ദാറ്റ് വേ. അത്രമാത്രം ദൈവം സ്നേഹിക്കുന്നു. ആ സ്നേഹത്തെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ തന്നെ ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ അവസ്ഥകളിലേക്ക് ഇറങ്ങുമ്പോൾ, നിർജീവമായി കിടക്കുന്ന അവസ്ഥകളിലേക്ക് ജീവൻ വ്യാപരിക്കാൻ വേണ്ടി പോവുകയാണ്. അടഞ്ഞ വാതിലുകളെ ഈശോ തുറക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇനി ഒരിക്കലും തുറക്കത്തില്ല എന്ന് പറഞ്ഞ് അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ഈശോ തുറക്കും. യെശയ്യാ 22:22. അവൻ തുറന്നു കഴിഞ്ഞാൽ ആർക്കതിനെ അടയ്ക്കാൻ പറ്റും? സത്യത്തിൽ ഇതൊക്കെ വചനമായിട്ട് അവിടെ ഇരിപ്പുണ്ടല്ലേ. പക്ഷെ നമ്മുടെ ലൈഫിൽ ഇത് എപ്പോഴും അപ്ലൈ ആകുന്നത് അറിയോ? ഈ വചനം കേട്ട് ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ നമ്മളങ്ങ് റിലീസ് ചെയ്യുമ്പോൾ, നമ്മളങ്ങ് റിസീവ് ചെയ്യുമ്പോഴത്തേക്കും വചനത്തിന്റെ അഭിഷേകം അവിടെ വഴികളെ തുറക്കുക. അവിടെ ശൂന്യമായ ശിമയോൻ പത്രോസിന്റെ കലവറ, വഞ്ചി അല്ലെ, ഒന്നും ലഭിച്ചിരുന്നില്ല രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട്. എന്നാൽ ഈശോയുടെ ശക്തി അവിടെ വ്യാപരിച്ചപ്പോൾ അവിടെ നിറവ് വന്നെങ്കിൽ ഇന്ന് നമ്മുടെ ശൂന്യമായ അവസ്ഥകളിലേക്കും ഈശോയുടെ ശക്തി വ്യാപരിക്കുമ്പോൾ അവിടെ നിറവുകൾ വെളിപ്പെടും. പുതിയ ജോലികൾ, വഴികൾ തുറക്കപ്പെടും. അതിന്റെ തടസ്സങ്ങൾ യേശു എടുത്തു മാറ്റുന്നു. ഹല്ലേലൂയ. അതിന്റെ മുൻപിലുള്ള ലിമിറ്റേഷനെ ഈശോ എടുത്തു മാറ്റുന്നു. വ്യക്തികളാകട്ടെ, എന്തുമാകട്ടെ, നിങ്ങളുടെ മുൻപിൽ, എന്റെ മുൻപിൽ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ലിമിറ്റേഷനെ കർത്താവ് ഈശോ ഈ നിമിഷം നമുക്ക് വേണ്ടി എടുത്തു മാറ്റുന്നു. റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ഹല്ലേലൂയ. if God is before you, who can be against you? റോമ 8:28 നമ്മൾ കാണുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കായി അവിടുന്ന് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. പത്രോസിന് അന്ന് രാത്രി മീൻ പിടിക്കാൻ പോയപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടിയ മീനായിരുന്നെങ്കിൽ അവിടെ കൊണ്ട് നിന്നേനെ. പക്ഷെ ആ ശൂന്യത വന്നത് പത്രോസിന് പിന്നെ പറയാൻ പറ്റി, അത് വലിയൊരു അനുഗ്രഹമായി. കാരണം ദൈവപുത്രന്റെ അനുഗ്രഹത്തെ സ്വീകരിക്കുവാൻ എനിക്ക് യോഗ്യത അതിലൂടെയാണ് ഉണ്ടായി. ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു ഒറ്റപ്പെടൽ, ഈ ഏകാന്തത, ഈ വിഷമസന്ധി, ഈ പ്രശ്നം, ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് കാരണമായി തീരുകയാണ്. ഒരിക്കൽ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഈശോയെ, ഈ വഴിയിലിരിക്കുന്ന അന്ധൻ, ഇവൻ അന്ധനാകാൻ കാരണം ഇവന്റെ പാപമാണോ ഇവന്റെ മാതാപിതാക്കളുടെ പാപമാണോ? ഈ അവസ്ഥ മാറാത്തതിന്റെ കാരണം ഇവന്റെ പാപമാണോ അതോ ഇവന്റെ മരിച്ചുപോയവരുടെയാണോ? ഈശോ അതിന് ഉത്തരം കൊടുത്തില്ല. ഈശോ എന്നാ പറഞ്ഞ്, ഇവന്റെ അപ്പന്റെയോ വല്യപ്പൂപ്പന്റെയോ ഒന്നും അല്ല, ഇവനിൽ ദൈവപ്രവൃത്തി നടക്കുന്നതിന് വേണ്ടിയാണ്, ഇവനിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എത്ര വലിയ നെഗറ്റീവ് ഇഷ്യൂ ഈശോയുടെ അരികിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈശോ അതിനെ പോസിറ്റീവായിട്ട് അങ്ങ് വിടും. നമ്മുടെ ആൾക്കാരുടെ അരികിലോട്ടാണെങ്കിൽ എങ്ങനെയാ നമുക്കറിയാം. ഈശോയുടെ അരികിലേക്ക് എത്ര വലിയ ഇഷ്യൂ, എത്ര പ്രശ്നമായിക്കോട്ടെ, അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഒരു ലഗ്യോൻ ബാധിച്ച, ലഗ്യോൻ എന്ന് പറഞ്ഞാൽ 5000, ഒരു ലീജിയൻ എന്നാണ്. അത്രമാത്രം പൈശാചിക ശക്തികൾ ബാധിച്ച ഒരു വ്യക്തി, ദ ഗ്രേറ്റസ്റ്റ് എക്സോർസിസം ലോകം എന്താ പറഞ്ഞത്, അതുപോലൊരു ഒരു എക്സോർസിസം നമ്മളെങ്ങും കാണുന്നില്ല.
കർത്താവ് ആ മനുഷ്യനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുമായിരുന്നു. ആ മനുഷ്യന് വേണ്ടി അങ്ങോട്ട് അവന്റെ അരികിലേക്ക് കടന്നു പോവുകയാണ്. ചിലപ്പോൾ നീ ചിന്തിക്കുന്നുണ്ടായിരിക്കും, നിന്റെ വിഷയത്തിനകത്ത് ആർക്കും ഇടപെടാൻ പറ്റത്തില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. ആർക്കും ഇടപെടാൻ പറ്റാത്ത വിഷയത്തെ ഇടപെടാൻ ആർക്കും ഡീൽ ചെയ്യാൻ പറ്റാത്ത വിഷയമാണെങ്കിൽ അത് ദൈവം തന്നെയാണ് നേരിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഈശോ തന്നെ നേരിട്ട് ചില വിഷയങ്ങളെ ഡീൽ ചെയ്യാൻ വേണ്ടി പോകുന്നു. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് ദൈവം അത് ഇടപെടുന്നതിനെ നന്ദി പറയാം. ഏത് വിഷയമായിക്കോട്ടെ, ഏത് പ്രശ്നമായിക്കോട്ടെ, അതിനകത്ത് ദൈവം ഇടപെട്ടതിനായി നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, അവിടുന്ന് നൽകിയ സന്ദേശങ്ങൾക്കായി നന്ദി പറയുന്നു. ഇനി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അറിയുന്നല്ലോ. അവർ കർത്താവ് സോഷ്യൽ മീഡിയയിലൂടെ അങ്ങയുടെ മക്കൾ ഇനി മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഫേസ്ബുക്കോ യൂട്യൂബിലൂടെയോ ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈശോയെ, അവിടുത്തെ വലിയ അഭിഷേകം ഓരോ ഭവനങ്ങളിലും നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 7:38 ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ പുറപ്പെടും. സമാശ്വാസത്തിന്റെ ജീവജലത്തിന്റെ അരുവികൾ, കൃപയുടെ ജീവജലത്തിന്റെ അരുവികൾ, അഭിഷേകത്തിന്റെ ജീവജലത്തിന്റെ അരുവികൾ, നിറവിന്റെ ജീവജലത്തിന്റെ അരുവികൾ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ ജീവജലത്തിന്റെ അരുവികൾ, വലിയ രൂപാന്തരീകരണത്തിന്റെ ട്രാൻസ്ഫോർമേഷന്റെ ജീവജലത്തിന്റെ അരുവികൾ, അവിടുന്ന് അത് അയക്കുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. യേശുവേ, നല്ല നാഥാ, അവിടുത്തെ അതിശക്തമായ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് അയക്കുന്നതിനായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളായിരിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണെന്ന് അവിടുന്ന് അറിയുന്നല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അവർ ഈശോയെ ജോയിൻ ചെയ്തിട്ടുള്ള ആ ഒരു രാജ്യങ്ങളെയൊക്കെ അവിടുന്ന് അറിയുന്നു. ഈശോയെ, അവിടുന്ന് ഓരോ മക്കളെയും ഇൻഡിവിജ്വലായി ഇന്ന് ഈ പ്രയർ മീറ്റിംഗിൽ അവിടുന്ന് ഒരുമിപ്പിച്ച് ചേർത്ത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയുടെ വലിയൊരു അഭിഷേകം, പരിശുദ്ധ അമ്മയിൽ നിറയപ്പെട്ടതുപോലുള്ള ഒരു തീയഭിഷേകം ഞങ്ങൾ ഓരോരുത്തരിലും നിറയപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അനുഗ്രഹത്തിന്റെ ആ അഭിഷേകം, നിറവിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം നാളെ അങ്ങയെ സ്വീകരിക്കുമ്പോൾ ഈശോയെ, അടുത്ത ദിവസങ്ങൾ ഓരോ ദിവസവും ഈശോയുടെ ശരീരവും രക്തവും ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ ഈ അഗ്നി ഞങ്ങളിൽ കൂടുതലായി കത്തട്ടെ, ഈ അഭിഷേകം ഞങ്ങളിൽ കൂടുതലായി വ്യാപരിക്കട്ടെ, ഞങ്ങളിലൂടെ ഇത് അനേകരിലേക്ക് ഇത് പടരട്ടെ. ഈശോനെ അങ്ങനെ 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 എല്ലാവരും രുചിച്ചറിയട്ടെ. ഹൃദയം തകർന്നവരെ സൗഖ്യമാക്കുന്നവനെ എല്ലാവരും അനുഭവിച്ചറിയുവാൻ ഇടയായി തീരുമാറാകട്ടെ. നന്ദി ഈശോയെ, നന്ദി പിതാവേ, നന്ദി പരിശുദ്ധാത്മാവേ. അമ്മേ മാതാവേ, ഞങ്ങളുടെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ ഈശോയെക്കുറിച്ച്, ഞങ്ങൾ അമ്മയുടെ പുത്രനെക്കുറിച്ച്, ഞങ്ങളുടെ കർത്താവിനെക്കുറിച്ച് പങ്കുവെച്ച സമയത്ത് മുഴുവനും ഈശോയെ, അമ്മയെ, പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ ഈശോയുടെ അരികിൽ. ഹല്ലേലൂയ. അമ്മയുടെ ആ പ്രാർത്ഥനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മയുടെ തുടർന്നുള്ള പ്രാർത്ഥനകളും സ്വർഗത്തിൽ ഒരിക്കൽ പോലും, ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിലയ്ക്കാത്ത അമ്മയുടെ ആ പ്രാർത്ഥനകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ ആ വലിയ സാന്നിധ്യവും ഈ നിമിഷം ഞങ്ങളുടെ ഇടയിൽ വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശുവിന് വേണ്ടി നിലനിന്ന വിശുദ്ധരായ ഓരോ വ്യക്തികളുടെ, ഓരോ രക്തസാക്ഷികളുടെയും, ഓരോ വിശുദ്ധരുടെയും സാന്നിധ്യം ഈ നിമിഷം ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദി പറയുന്നു. സർവോപരി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി ഞങ്ങൾക്ക് വേണ്ടി കുത്തിത്തുളയ്ക്കപ്പെട്ട ആ ആണി പഴുതുള്ള കരം നീട്ടി ഞങ്ങളെ ആശീർവദിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഞങ്ങളുടെ ജീവന്റെ ജീവനായ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്ന യേശുവേ, അവിടുത്തെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അബ്ബാ, അവിടുത്തെ ആ ഒരു ആലിംഗനത്തിന്റെ ആ ഒരു ഡെപ്ത്നെസ്, ആ ഒരു സ്നേഹം അനുഭവിച്ചുകൊണ്ട് ഇന്ന് കടന്നുറങ്ങുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ഒത്തിരിയും പേര് ഇത്രയും ലേറ്റ് ആയിട്ടും പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്തുകൊണ്ട് പോയതുകൊണ്ടാട്ടോ ഇത്രയും നേരം. എനിക്ക് 1-2 പ്രോഗ്രാം ഉണ്ടായിരുന്നു, പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ആ ഡയറക്ഷനിൽ ഈ ഒരു മെസ്സേജ് ഇന്ന് ഫുള്ള് എടുക്കുവാൻ ദൈവം സഹായിച്ചു. നാളെ വർക്കുണ്ട്, അപ്പം എല്ലാ ദിവസങ്ങളും ലൈവ് വരാൻ പറ്റത്തില്ല. അപ്പം മാക്സിമം പരിശുദ്ധാത്മാവ് അനുവദിക്കുന്ന സമയങ്ങളിലൊക്കെ വരുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും അയക്കുന്ന പ്രയർ റിക്വസ്റ്റിന് വേണ്ടിയൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മളൊക്കെ പ്രയർ റിക്വസ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഈശോ അത് കാണുന്നുമുണ്ട്.
നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഗോഡ് ബ്ലസ് യു. ആവേ മരിയ.